പെന്തിക്കോസിലെ കുറേ ഉപദേശിമാരുണ്ട്, ഒരു വിവരമില്ല, ഒന്നുമില്ല. അവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടാമാരിട്ട് അലക്കുന്നത്. യു ആർ മൂവിങ് ടു എ ന്യൂ സീസൺ. നിങ്ങൾ അടുത്തൊരു സീസണിലേക്ക്, ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് അതിനോടനുബന്ധിച്ചുള്ള വാക്കുകൾ, വചനങ്ങൾ ദൈവം തന്നുകൊണ്ടേയിരുന്നു. അത് പലപ്പോഴും പല കൺഫർമേഷൻസും ദൈവം തന്നുകൊണ്ട്. യു ആർ മൂവിങ് ടു എ ന്യൂ സീസൺ അല്ലേ? അപ്പം ന്യൂ സീസൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ വാക്കുകൾ ചേർത്താണ് ഞാനിപ്പം പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞു. സഭകളിലായാലും ശരി, ഇന്ന് 3 തരം ആൾക്കാർ, അത് സഭകളിൽ ഉൾപ്പെടെ ലോകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കൂട്ടർ സാത്താൻ്റെ അടിമത്തത്തിലും അന്ധകാരത്തിലുമാണ് അല്ലേ? അവരിന്നും യേശുവിനെ അറിഞ്ഞിട്ടില്ല, യേശുവിലൂടെ രക്ഷ കരസ്ഥമാക്കിയിട്ടില്ല, അവർ സത്യദൈവത്തെ കണ്ടറിഞ്ഞിട്ടില്ല. അവർ നല്ല മനുഷ്യരായിരിക്കാം, അവർ ലോകത്ത് അവർ വലിയ സമ്പന്നരും വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കും, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അവർ ഇപ്പോഴും ഇരുട്ടിലാണ്, അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ സാത്താൻ്റെ അടിമത്തത്തിലാണ്. നല്ല പ്രവൃത്തികൾ ഒരിക്കലും ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് മുഖാന്തരമല്ല അല്ലേ? ഗുഡ് വർക്ക്സ് ആർ ഗുഡ്, പക്ഷേ ദാറ്റ് ഡസൻ ക്വാളിഫൈ ആസ് ടു സീ ഗോഡ്. നമ്മൾ നല്ല പ്രവൃത്തികളുകൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവം അയച്ച തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഒരുവനും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല. എത്ര പേര് അതിന് ആമേൻ പറയും? ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ ഏക മധ്യസ്ഥനായി ഒരുവനെ മാത്രമേ ദൈവം വെച്ചിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, തൻ്റെ പുത്രനായ യേശു ക്രിസ്തു. അത് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താൽ. അതുകൊണ്ട് ഒരു മധ്യസ്ഥനെയും ഒരു പുണ്യവാളനെയും, ഈവൻ യേശുവിൻ്റെ മാതാവായ മറിയെ പോലും ഒരിക്കലും ഒരു മധ്യസ്ഥയായിട്ടോ ഒരു മധ്യസ്ഥനായിട്ടോ ആരെയും ദൈവം വെച്ചിട്ടില്ല, യേശുവിനെ ഒഴികെ. ഇത് വളരെ തൻ്റെ ഇടത്തോടെ പറയേണ്ട നാളുകളാണ് ഇനിയുള്ള നാളുകളിൽ അല്ലേ? അങ്ങനെയെങ്കിൽ ആ യേശുവിലൂടെ ആ രക്ഷ, ആത്മരക്ഷ കരസ്ഥമാക്കാത്ത എല്ലാവരും ഈ വചനപ്രകാരം അവരിപ്പോഴും ഈ പറഞ്ഞ പോലെ എവിടെയാണ്? അന്ധകാരത്തിലാണ്, പിശാചിൻ്റെ അടിമത്തത്തിലാണ്. അത് പറയുന്നതിൽ നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും അതാണ് സത്യം. പ്രിയപ്പെട്ട, നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന ചിലരൊക്കെ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽക്കാർ, രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ ബന്ധുക്കൾ, അവരെല്ലാം ഈ പറഞ്ഞ അടിമത്തത്തിലാണ്. അവർ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് കിടക്കുക. അവരുടെ ഉള്ളിൽ ഈ സുവിശേഷത്തിൻ്റെ പ്രകാശം പ്രകാശിക്കാതെ വണ്ണം ഈ ലോകത്തിൻ്റെ പ്രഭു അവരെ കണ്ണടച്ചു വച്ചിരിക്കുക. ഹൃദയക്കണ്ണ് പ്രകാശിച്ചിട്ടില്ല. ദൈവകൃപയാൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയക്കണ്ണ് എവിടെയോ വെച്ചൊന്ന് കണ്ണ് തുറന്നു കിട്ടി. അന്ന് കണ്ണ് തുറന്നു കിട്ടിയോണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും അന്ധകാരത്തിലായിരുന്നു, പക്ഷേ ദൈവകൃപയാൽ നമ്മളിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവന്നു അല്ലേ? നമ്മളും അടിമത്തത്തിലായിരുന്നു, പക്ഷേ ഇന്ന് ദൈവം നമ്മളെ സ്വതന്ത്രനാക്കി. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, തൻ്റെ പുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്ത് തികച്ച പ്രവൃത്തിയിൽ നാം വിശ്വസിച്ചു. ആ യേശുവിൽ നാം വിശ്വാസം വെച്ചു. നമ്മുടെ പാപങ്ങൾ ഒരു ദിവസം ഏറ്റുപറഞ്ഞു. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ പാപക്ഷമ നമ്മൾ പ്രാപിച്ച് അല്ലേ, ഈ വചനപ്രകാരം ജീവിക്കുവാൻ നമ്മൾ താല്പര്യം കാണിച്ചു. അന്നു മുതൽ ഈ വചനം നമ്മൾ അനുസരിക്കാൻ തുടങ്ങി. അതിൻ്റെ ആദ്യപടിയായി നാമും ഈ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉറപ്പ് കർത്താവിനോട് കൽപ്പിച്ച ഒരു കൽപ്പനയുണ്ട്. അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പോയി മുങ്ങി സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരണം എന്നൊരു കൽപ്പനയുണ്ട് അല്ലേ? അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാത്തവരായിട്ട് ഇവിടെ ഇരിക്കുന്നത്, ഓൺലൈനിൽ കേൾക്കുന്നവരായാലും ശരി, നിങ്ങൾ ഒരു പക്ഷേ അയ്യോ ഇയാളും വന്നിപ്പം നമ്മുടെ സ്നാനത്തിൻ്റെ ആളായോ, അയ്യോ ഞാൻ പണ്ടേ സ്നാനത്തിൻ്റെ ആളാ അല്ലാന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. എനിക്കല്ല തെറ്റുപറ്റിയത്, നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത് അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും സ്നാനം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തുകാരുടെ ഉപദേശമല്ല, അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് അല്ലേ? അത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന. യേശു ക്രിസ്തു പറഞ്ഞു, പോകുവീൻ, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ വിശ്വസിക്കുന്നതിനെ സ്നാനപ്പെടുത്തുവീൻ അല്ലേ? സ്നാനപ്പെട്ടിട്ട് അങ്ങ് വിട്ടേക്കരുത്. അവരെന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ പഠിപ്പിച്ച മുഴുവൻ അവരെ പഠിപ്പിച്ച് അവരെന്താക്കണം? അവരെന്താക്കണം? വിശ്വാസികളല്ല ആക്കേണ്ടത്, ശിഷ്യരാക്കണം. അപ്പോൾ പോയി സുവിശേഷം പറയണം. നിങ്ങൾ പോകുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞ്. ഗോ ദെയർഫോർ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് ലോ ഐ ആം വിത്ത് യു ഓൾവേ എന്നാ. അപ്പം ഓൺലി വെൻ വി ഗോ, ആ ലോ ഐ ആം വിത്ത് യു എന്നുള്ളത് അത് അപ്ലിക്കബിൾ ആണെങ്കിൽ ഐ ഹാവ് ടു ഗോ. ഇത് നമ്മൾ കുത്തിയിരുന്നിട്ട് അവിടെ ഇരുന്നാൽ
കർത്താവ് കൂടെ ഉണ്ടോ എന്നൊരു ചെറിയ സംശയം. നമ്മൾ പോയി ചെയ്യുന്ന കാര്യത്തിലാണ് കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് അത് അനുഗ്രഹമാക്കി തീർക്കുക. നിങ്ങൾ പലപ്പോഴും പോകാത്തത് കൊണ്ട്, പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നോർത്ത് ഇന്ത്യയിൽ പോകുന്ന കാര്യമല്ല ഈ പറയുന്നത്. നിങ്ങൾ അടുത്ത ടേബിളിലിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്ന് സുവിശേഷം പറഞ്ഞ് എഴുന്നേറ്റ് മേശയുടെ അടുത്തോട്ട് പോകുന്നതും ഗോ തന്നെയാണ്. അടുത്ത വീട്ടിലേക്ക് നിങ്ങൾ ഇറങ്ങി കയറി ചെല്ലുന്നതും ഗോ തന്നെയാണ്. ഗോ എന്ന് പറഞ്ഞാൽ ഉടനെ നോർത്ത് ഇന്ത്യയിൽ പോകുന്നത് മാത്രമല്ല ഗോ. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കാല് മുന്നോട്ട് വയ്ക്കുമ്പം അതും ഗോയ. അങ്ങനെ ഗോയാൽ ഇംഗ്ലീഷിൽ ലോ ഐ ആം വിത്ത് യു ഓൾവേസ് അല്ലേ? അപ്പം ലോ ഐ ആം വിത്ത് യു ഓൾവേസ് എന്നുള്ള ക്ലെയിം നമുക്ക് എടുക്കണമെങ്കിൽ വി ഹാഡ് ടു ഗോ. എത്ര പേരൊരു തീരുമാനമെടുക്കും? കർത്താവ് ഇന്ന് ഞായറാഴ്ച, ഇന്നിപ്പോൾ എവിടെ പോകാനാ? ഉച്ച കഴിഞ്ഞ് ലൂലു പോകാനിരിക്കുമായിരുന്നല്ലേ? ഓക്കെ, അത് പൊയ്ക്കോ. പക്ഷേ ഇന്ന് മുതൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നിങ്ങൾ ആരെ കണ്ടാലും ക്രിസ്തുവിൻ്റെ സ്നേഹം, നിങ്ങൾ ഇന്ന് വരെ ഒരു ട്രാക്റ്റ് എടുത്ത് ഒരാൾക്ക് ഒരു അപരിചിതന് കൊടുത്തിട്ടുണ്ടെന്നുള്ളവർ കൈപൊക്കണ്ട. കാരണം നല്ലൊരു ഞായറാഴ്ചയായിട്ട് വെറുതെ നാണം കെടുത്തുന്ന എന്തിനാ അല്ലേ? ഇതൊക്കെ ആരുടെ ജോലി? ഇത് ഈ പെന്തിക്കോസിലെ കുറേ ഉപദേശിമാരുണ്ട്, ഒരു വിവരവുമില്ല, ഒന്നുമില്ല. അവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടാമാരിട്ട് അലക്കുന്നത്. അയ്യോ, അവർ ആയിരക്കണക്ക് ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ട്രാക്റ്റിനേക്കാളും നല്ല മീഡിയ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവർ. പക്ഷെ നമ്മൾ ഈ വാട്സാപ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പോസ്റ്റ് എന്ന് എന്തുവാ? നിങ്ങളുടെ സാക്ഷ്യം പറയാൻ ഡെയിലി 2 വരി നിങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക. ചുമ്മാ ഈ അലമ്പ് സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് അത് സത്യം പറഞ്ഞാൽ നിത്യതയിൽ നമുക്ക് ശിക്ഷാവധി വരുത്തി വയ്ക്കത്തേ ഉള്ളൂ. പകരം നമുക്ക് പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ സാക്ഷിയായി തീരുക എന്നുള്ള അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അടിമത്തത്തിൽ കിടക്കുന്ന വലിയ ജനം അവർ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തിലേക്ക്, ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെങ്കിൽ അവരോട് പോയി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി 2000 കൊല്ലം മുമ്പ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള, നിങ്ങളുടെ ശാപത്തിനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗസൗഖ്യത്തിനുള്ള, നിങ്ങളുടെ ആത്മരക്ഷയ്ക്കുള്ള, നിങ്ങളുടെ പാപക്ഷമയ്ക്കുള്ളതെല്ലാം ക്രിസ്തു ചെയ്ത് കൊടുത്ത് തീർത്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ പേയ്മെൻ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അതാരെങ്കിലും ചെന്നൊന്ന് പറയാതെ അവരെങ്ങനെ കേൾക്കും? അവർ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ? അപ്പം അനേകർ ഇന്നും കർത്താവിനെ അറിയാതിരിക്കുന്നെങ്കിൽ അത് വേറെ ആരുടെയും കുഴപ്പമല്ല, എൻ്റെയും നിങ്ങളുടെയും കുഴപ്പം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അപ്പം സഭയെ അടുത്ത സീസണിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അന്ധകാരത്തിലിരുന്ന നമ്മളെ ഇനിയും അന്ധകാരത്തിലിരിക്കുന്നവരിലേക്ക് ചെന്ന് നമ്മുടെ സാക്ഷ്യം ജീവിതത്തിലൂടെ, നമ്മുടെ സാക്ഷ്യം പറയുന്നതിലൂടെ അല്ലേ, അല്ലെങ്കിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്നതിലൂടെ ചിലരെങ്കിലും ആ തീയിൽ നിന്ന് വലിച്ചൊന്ന് പുറത്തേക്ക് ഇടാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങളും എരിഞ്ഞുകൊണ്ടിരിക്കുക, തീയിൽ അടുപ്പത്തോട്ട് വെച്ചതാ, പക്ഷേ നിങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത വിറവ് കൊള്ളികൾ എന്നാ അല്ലേ? ഈ വിറവ് കൊള്ളി വലിച്ചെടുക്കുമ്പോൾ ഇച്ചിരിയൊക്കെ ഒരു അറ്റം വെന്തൊക്കെ ഇരിക്കും. നമ്മൾ ഇച്ചിരിയൊക്കെ വെന്തിരിപ്പുണ്ട്, കണ്ടാൽ അറിയാം. നമ്മുടെ ജീവിതത്തിലും ചില തീപ്പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ട്. ആ തീപ്പൊള്ളലൊരു ഓർമ്മപ്പെടുത്തലാണ്, ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലർക്കും ഒരു ഓർമ്മപ്പെടുത്തലില്ലേ? പക്ഷേ ആ തീയിലൂടെ വലിച്ചെടുത്തത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇല്ലെങ്കിൽ മൊത്തം ഇരുന്ന് കത്തിപ്പോണ്ടിയായിരുന്നു. പക്ഷേ ആ നിത്യ നരകത്തിൽ നിന്ന് നമ്മളെ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ വലിച്ചെടുത്തത്. അതിൽ സന്തോഷിക്കുന്നവരെല്ലാവരും, അതിൽ നന്ദിയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. മലയാളിക്ക് ഒരു കുഴപ്പമുണ്ട്, ഏത് അടുപ്പിൽ ഇരുന്നെന്നായി പറയുന്നത്? ഞങ്ങൾ AD 52 തൊട്ട് ഞങ്ങൾ പുറത്താ. വേണേൽ പാസ്റ്റർ വല്ല അടുപ്പിനകത്തിരുന്നതായിരിക്കും. ഞാൻ അടുപ്പിലൊന്നും, എൻ്റെ വല്യപ്പച്ചനാ IPC തുടങ്ങിയത്. അതാ ഇവിടുത്തെ ഒരു കുഴപ്പം. ഇവിടെ വരുന്ന മുഖ്യവാറും നിങ്ങളുടെ എല്ലാ വല്യപ്പച്ചന്മാർ സീനിയർ പാസ്റ്റർമാരാ. ഞാനും ഒട്ടും കുറഞ്ഞതല്ല. പക്ഷേ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും വ്യക്തിപരമായി കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് ശരിക്കും ബോധ്യം വന്നിട്ട് ആ പാപിയാണെന്നുള്ള നിലവിളിച്ചുകൊണ്ട് ഞാൻ പാപിയാണ് കർത്താവേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം പ്രിയപ്പെട്ടെ. അങ്ങനെ സ്വീകരിച്ചൊരു നാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ആ നാളിനെ പറ്റിയാ ഭക്തനായ ഒരു മനുഷ്യൻ പണ്ട് പാടി. എന്താണ്? ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ, ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. നിങ്ങൾ കല്യാണം കഴിച്ച നാളല്ല ഭാഗ്യനാൾ.
നിങ്ങൾക്ക് ആദ്യം കുഞ്ഞുണ്ടാകുന്നു എന്നറിഞ്ഞ നാളുമല്ല, കുഞ്ഞിക്കാല് കണ്ട നാളുമല്ല. നിങ്ങളുടെ ഡ്രീം ഹൗസ്, നിങ്ങളുടെ സ്വപ്ന ഭവനം മേടിച്ച് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത നാളുമല്ല. നിങ്ങൾ ഓർഡൈൻഡ് മിനിസ്റ്റർ, ഞാനും പാസ്റ്ററായി എന്ന് പറഞ്ഞ് തലേ കൈ പൂട്ടിയ നാളുമല്ല. നിങ്ങൾ ഏറ്റവും നല്ല കാറ് മേടിച്ചു, അതുമല്ല. നിങ്ങളുടെ മോടെ കല്യാണം കണ്ട് കൈപിടിച്ച് കൊടുത്തു ഒരു പയ്യൻ്റെ കയ്യിലോട്ട്, അതുമല്ല. പിന്നെ ഏതാ? യേശു എൻ്റെ പാപം തീർത്ത നാൾ, ഭാഗ്യനാൾ. അതിൻ്റെ ചരണം എങ്ങനെയാണെന്നറിയാമോ? ഈ പാട്ടൊന്നും കേട്ടിട്ടില്ലേ? അല്ലേ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും നിങ്ങൾ ഈ പറയുന്ന ചില പ്രേമഗീതങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. പണ്ട് സിനിമാ പാട്ട് യുഗ്മഗാനം കേൾക്കാം, പിന്നെ ഒരു മരംചുറ്റി പ്രേമത്തിൻ്റെ പാട്ട് കേൾക്കാം, പിന്നെ ഞാനിപ്പം പറയാറുണ്ട് തേപ്പ് പാട്ടെന്ന്. അതായത് അവൾ തേച്ചിട്ട് പോയി, പുതിയ ഭാഷയാണ്. അപ്പം ആ സങ്കടത്തിൽ പോയി വിരഹാമുവും പോയി ഗിറ്റാർ അടിച്ചൊരു പാട്ട് പാടി. കുറേ കഴിയുമ്പോൾ വിരഹാമുവൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവൻ ആ പാട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആദ്യം ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ വന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ പുള്ളി എഴുതിയത് യേശുവിനെ ആരാധിക്കാൻ വേണ്ടി എഴുതിയല്ല. എനിക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിയാം. അതായി കഷ്ടകാലത്തിന് ഈ വേണ്ടാത്തതെല്ലാം ഞാൻ അറിയും. ഭക്തന്മാരെഴുതിയ പാട്ടുകളുണ്ട്. എൻ്റെ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ. അത് വിശ്വസിക്കുന്നവരെല്ലാം കൂടെ നമുക്കൊന്ന്, കർത്താവേ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇത് പാടാൻ യോഗ്യത വേണം. എന്താ യോഗ്യത? എൻ്റെ വല്യപ്പച്ചൻ പാസ്റ്ററായതല്ല യോഗ്യത. എൻ്റെ അപ്പനും അമ്മയും കർത്താവിൻ്റെ വേല ചെയ്തതല്ല യോഗ്യത. എൻ്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു, അതുമല്ല യോഗ്യത. ഞാൻ എൻ്റെ യേശുവിലായ നാൾ ഭാഗ്യനാൾ. എത്ര പേർക്ക് അത് പാടാൻ കഴിയും? ഇന്ന് യോഗ്യതയോടുകൂടെ, അല്ലേ, നല്ല ഉറപ്പോടുകൂടി, പ്രാഗൽഭ്യത്തോടുകൂടി ഇത് പാടണം. ഇത് അങ്ങനെ പാടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത് പാടി തുടങ്ങിക്കോണം. അതിനൊരവസരം തരാം. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചോണം. സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്നു മുതൽ ഇതായിരിക്കട്ടെ നിങ്ങളുടെ പാട്ട്. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ്റെ പാപം തീർത്ത നാൾ. എൻ്റെ രക്ഷകാ, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ. എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ, 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 യേശു എൻ പാപം തീർത്ത ഭാഗ്യനാൾ, 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 യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാരാക്കിയതാൻ, ആർത്തു ഘോഷിക്കാരാക്കിയതാൻ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ഇതൊക്കെയാ പാടേണ്ടത് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാ പാടേണ്ടത്. എനിക്കൊരു ഭാഗ്യനാൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. അത് ലോട്ടറി അടിച്ച ഭാഗ്യമല്ല. എൻ്റെ യേശു എൻ്റെ പാപം തീർത്ത ഒരു നാളുണ്ട്. ആ നാളാണ് എൻ്റെ ഭാഗ്യനാൾ. ഇന്നു മുതൽ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കട്ടെ. ഉറക്കം വരാതെ കിടക്കുമ്പം ഈ പാട്ടൊക്കെ പാടിക്കാട്ടെ, ഈ പാട്ടൊക്കെ പാടിക്കാട്ടെ. എന്താണ്? എൻ്റെ പാപം തീർത്ത ഒരു നാളുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ, എനിക്ക് ആർത്ത് ഘോഷിക്കുവാൻ, എല്ലാം സന്തോഷത്തിനുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടല്ല. ചിലപ്പോൾ ഞാൻ ഇപ്പോഴും വേദനയിലൂടെ പോകുന്നു, ഇപ്പോഴും ഞാൻ രോഗത്തിലൂടെ പോകുന്നു, ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എന്തായിത്തീരുമെന്ന് അറിയാതെ അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം എൻ്റെ ജീവിതത്തിലുണ്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ വാട്ട് ഐ ഗോ ത്രൂ, ഐ സ്റ്റിൽ ആർത്ത് ഘോഷിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ. എല്ലാം നന്നായിട്ടല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. എല്ലാം നല്ലതല്ലാത്തപ്പോഴും എല്ലാറ്റിനായും എൻ്റെ ദൈവം സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. പരീക്ഷയ്ക്കായി ഒന്ന് സംഭവിച്ചെങ്കിലും പരീക്ഷയുടെ കൂടെ എനിക്ക് ദൈവം പോക്കുവഴിയും തരും എന്നുള്ള ബോധ്യത്തിലും ആ ഉത്തമ വിശ്വാസത്തിലും അവിടെയും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവരെ.
എത്ര വലിയ വലിയ പഠിത്തമുള്ളവർ, എത്ര വലിയ വലിയ സമ്പന്നർ, എത്ര വലിയ വലിയ സെലിബ്രിറ്റീസ്, അവരുടെയൊക്കെ ആത്മഹത്യയുടെ കഥ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നില്ലേ? അവർക്ക് എന്തിൻ്റെ കുറവായിരുന്നു പ്രിയപ്പെട്ടവർ? സൗന്ദര്യത്തിന് സൗന്ദര്യം, പണത്തിന് പണം, പേരിന് പുകഴ്ചയ്ക്ക് പ്രശസ്തി എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും നിരാശയോടുകൂടെ പോയൊരു കയറുള്ളവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നെങ്കിൽ വാട്ട്സ് ഹാപ്പനിങ്? ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇതൊന്നും നമുക്ക് വേണ്ട, ഭൂമിയിൽ ഇതൊന്നും നമുക്കില്ലായിരിക്കും, നമ്മളെ ആരും അറിയണ്ട. പക്ഷേ ഞാൻ ഭാഗ്യവാനാണ്. കാര്യം ഒരു ഭാഗ്യനാൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു. ഇന്ന് ഞാനിവിടെ മരിച്ച് കണ്ണടച്ച് അങ്ങ് പോയാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഞാൻ കണ്ണു തുറക്കും. ഈ പ്രത്യാശയില്ലാത്തവരാണ് മനുഷ്യഹൃദയം. എൻ്റെ മറ്റൊരു വേർഷനാണ് തമ്പിയുടെ ഹൃദയം. മനുഷ്യഹൃദയം എന്നുള്ള ഹാർട്ട് ഓഫ് മാൻ എന്നുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. തമ്പിയുടെ ഹൃദയം പിന്നെയും കാണുന്നു. ഈ ഹാർട്ട് ഓഫ് മാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എൻ്റെ പിതാവാണ്. അത് സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിലുള്ളൊരു ഒരു 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 മിനിസ്ട്രിയാണത് ആദ്യം അച്ചടിച്ചിറക്കിയത്. അതിൻ്റെ മലയാള പരിഭാഷ എൻ്റെ പിതാവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ പേജുകളിലൊരു പടമുണ്ട്. ഒരു മനുഷ്യൻ സൂട്ടും കോട്ടും ഒരു പൈപ്പൊക്കെ ഇങ്ങനെ കത്തിച്ച് വായി വെച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. തിരക്ക്, വലിയ ആളാണ്, വലിയ ബിസിനസ്സുകാരനാണ്, വലിയ ആളാണ്. പെട്ടെന്നൊരു മരണം, ഒരു കറുത്ത രൂപം, ഒരു തലയോട്ടിയും പല്ലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കറുത്ത രൂപം പുറകെ വന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ തോളിലോട്ട് ഇങ്ങനെ പതുക്കെ കൈവയ്ക്കും. അത് ഇത്രയേ ഉള്ളൂ. മരണത്തിൻ്റെ കറുത്ത കരാളഹസ്തങ്ങൾ ഇങ്ങനെ തോളിൽ വന്നൊന്ന് വെച്ചിട്ട് മതി, പോകാം, എഴുന്നേക്ക്. അതായത് ഇയാളെ മരണം വന്ന് വിളിച്ചിട്ട് പോകാം. ഉടനെ ഇയാൾ, ഞാനിവിടെ തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ, എന്നെപ്പോലെ തിരക്കുള്ള ആൾ വേറെ ആരുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന കണ്ടില്ലേ, എനിക്കിപ്പോൾ വരാൻ സമയമില്ല. അപ്പം മരണം പതുക്കെ, നിന്നെക്കാട്ടിലും തിരക്ക് എനിക്കുണ്ട്, എനിക്ക് മെനക്കെടാൻ സമയമില്ല, വരുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിടിമുറിക്കപ്പോഴത്തേക്കും തീർന്നു. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവർ. ഈ ഭൂമിയിൽ എത്ര തിരക്കുള്ളവരായാലും ഒരു ദിവസം ആ മരണം വന്നെന്ത് ചെയ്യും? പോകാമെന്ന് പറയും. പക്ഷേ ആ പോകാമെന്ന് പറയുമ്പം സന്തോഷത്തോടുകൂടി പോകുന്നവരാണോ നമ്മൾ? അല്ലാതെ മരണം ഈ ഒരു പ്രത്യേക മൃഗത്തിൻ്റെ മണ്ടയിൽ കയറി ഒരു വലിയ വടവുമായിട്ട് വന്ന് നമ്മളിങ്ങനെ ചുറ്റി കെട്ടിക്കൊണ്ട് പോകുമെന്നൊന്നും ബൈബിൾ പറയുന്നില്ല. അങ്ങനെ കൊണ്ടുപോകുന്നുള്ള അറിയത്തില്ല, അതാരെയാണ് കൊണ്ടുപോകുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ എന്നെയും നിങ്ങളെയും എനിക്കിഷ്ടമില്ലാത്തടത്തോട്ട് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നതല്ല മരണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഓൺലൈനിൽ കേൾക്കുന്നവരാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ നിരാശയോടെ കിടക്കുന്നെങ്കിൽ ആ നിരാശയുടെ അവസാനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ആവണമെന്നില്ല. അവിടെയും സന്തോഷത്തോടുകൂടെ ഒരു ഭക്തന് പാടാൻ കഴിയും, എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു, വേണ്ടും പോലെ യാത്രയ്ക്ക് അവർ എനിക്ക് പുതുശക്തി നൽകുന്നു. എനിക്ക് യാത്രയിൽ വേണ്ടുന്ന അല്പം ആഹാരം, അല്പം വെള്ളം. അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഈ സമയമാകുന്ന ഒരു രഥത്തിൽ കയറി ഞാൻ സ്വർഗയാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പോകുന്നത് എൻ്റെ സ്വദേശത്തേക്കാണ്. എൻ്റെ സ്വദേശത്തെ നോക്കി ഈ രഥം പൊയ്ക്കൊണ്ടിരിക്കുമ്പം രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പം ആരുടെ കയ്യിലാണ് ഞാൻ ഉറങ്ങുന്നത്? രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ കഴിഞ്ഞ രാത്രി ഉറങ്ങിയ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടായിരിക്കും. ഇപ്പുറത്തോട് തിരിഞ്ഞു കിടന്ന് നിങ്ങളുടെ കെട്ടിയവൻ പോത്തുപോലെ ഉറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഉറങ്ങുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങും. അവിടെ ആ ഭക്തനായ സായിപ്പ് പറഞ്ഞൊരു വരിയുണ്ട്, ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം ഞാൻ നിന്നെ കാണും. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട്, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം
മതി, ഒരുപാട് പേടിപ്പിക്കേണ്ട. അവരൊരു സൺഡേ സർവീസിനാണ് വന്നത്. അപ്പോൾ നിങ്ങൾ പലരും ഒരു ചെറിയ കൺഫ്യൂഷനിലാണ്. ഡിഡ് വി കം ഫോർ എ ഫ്യൂണറൽ സർവീസ് ഓർ ഫോർ എ, അത് പ്രത്യേകിച്ച് ഈ ട്യൂൺ ഇച്ചിരി ഒരു മരണ ട്യൂണാണ് അല്ലേ, അതിൻ്റെ ഒറിജിനൽ ട്യൂണിലേക്ക് പോകാം. അതായിരിക്കും കുറച്ചൊരു പേടി കുറയ്ക്കാൻ, ടു ലെസൺ ദ ഷോക്ക്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഒരു ലൈറ്റർ വേർഷനിലേക്ക് നമുക്ക് പോകാം. ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. മതിയോ? ഇതായിരിക്കണം എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ യേശുവിനെ കാണും. ഐ വിൽ സീ മൈ ജീസസ്. ഫാനി ക്രോസ്ബി ആയിരക്കണക്ക് പാട്ടുകൾ എഴുതിയ ഒരു മഹതിയായൊരു ദേവദാസിയായിരുന്നു. തനിക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അവർ പ്രശസ്തയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ജേർണലിസ്റ്റ് അവരോട് ചോദിച്ചു, മാം, ഇഫ് ബൈ ചാൻസ് യു ഗെറ്റ് യുവർ ഐസൈറ്റ് ബാക്ക്, നിനക്ക് ആരെ ആദ്യം കാണേണ്ടത്? അവർ പറഞ്ഞു, ഐ ഡോണ്ട് വോണ്ട് മൈ ഐസൈറ്റ് ബാക്ക് ഹിയർ. ഈ ഭൂമി വെച്ച് എനിക്ക് കണ്ണിന് കാഴ്ച വേണ്ട. വൈ? ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ എന്തായാലും എന്നെ കണ്ണു തുറക്കും. ഞാൻ എൻ്റെ പ്രാണനാഥനെ ആയിരിക്കും ആദ്യം കാണുന്നത്, വേറെ ആരുമല്ല. ഇറ്റ്സ് ജീസസ്. എൻ്റെ യേശുവിനെ എനിക്ക് ആദ്യമായിട്ട് കണ്ടാൽ മതി, വേറെ ആരെയും കാണണ്ട. ഈ ഭൂമിയിൽ എനിക്ക് ആരെയും കാണണ്ട. എനിക്ക് ഭൂമിയിൽ എന്നെ സ്നേഹിക്കുന്നതിന്, ഞാൻ സ്നേഹിക്കുന്നതിന് ഒത്തിരി ഉണ്ട്. പക്ഷേ എന്തായാലും ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവിനെയും മക്കളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനെയും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കിനി ആദ്യം കണ്ണുറക്കുമ്പോൾ കാണേണ്ടത് എൻ്റെ യേശുവിനെയാണ്, എൻ്റെ യേശുവിനെയാണ്. അതായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹം. ഒരു ദിവസം ഇവിടെ എന്തായാലും യാത്ര തീരും. പക്ഷേ യാത്ര തീരുമ്പം എവിടെയാണ് ചെന്നെത്തുന്നത്? എൻ്റെ വീട്ടിലാണ്, എൻ്റെ സ്വദേശത്താണ്. അവിടെ ചെന്ന് ഞാൻ ആരെയാണ് കാണുന്നത്? എൻ്റെ യേശുവിനെ കാണും, എൻ്റെ യേശുവിനെ കാണും. ആ പ്രത്യാശയാണ് നമുക്ക് വേണ്ട പ്രിയപ്പെട്ടു. ഞാൻ എന്തിനാണ് ഇത്രയും നീട്ടി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നോട്ട് വിത്തൗട്ട് എ പർപ്പസ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്തോ എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നു. എത്ര പ്രായമായി, നിങ്ങൾ പലരും പ്രായമായവർ ഇവിടെ ഇരിപ്പുണ്ട്, പ്രായമായവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾ പ്രായം 70 80 എന്നുള്ളതല്ല വിഷയം. പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങൾ ഇന്ന് കണ്ണടച്ചാൽ നിങ്ങൾ എവിടെ പോയി കണ്ണു തുറക്കും? അല്ലെങ്കിൽ വേർ വിൽ യു സ്പെൻഡ് യുവർ എറ്റേണിറ്റി? നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കും? ഈ ചോദ്യം നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകരുത്. പലപ്പോഴും ഈ ചോദ്യം നമുക്ക് കൺഫ്രണ്ട് ചെയ്ത് ചോദിക്കാനൊരു മടിയാണ്, പേടിയാണ്. വാട്ട് വിൽ ദേ തിങ്ക്? പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഈയിടയ്ക്ക് ഒരു ആരാന്ന് എനിക്ക് ഓർക്കുന്നില്ല, അവധിക്ക് വന്നപ്പം അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഫാദർ രക്ഷിക്കപ്പെട്ട ആളല്ല, പക്ഷെ നല്ല മനുഷ്യനാണ്, ഹെഡ് മാസ്റ്റർ അങ്ങോട്ടായിരുന്നു. പക്ഷെ പുള്ളി രക്ഷിക്കപ്പെട്ടില്ല. ഈ മകനും കുടുംബവും ഒക്കെ രക്ഷിക്കപ്പെട്ടു. അവർ വേറൊരു രാജ്യത്താണ്. അപ്പോൾ അവർ അവധിക്ക് വരുമ്പോഴെല്ലാം ഈ പപ്പായുടെ തിരുന്നിട്ട്, അപ്പച്ചൻ ഒരു ദിവസം അപ്പച്ചൻ പോവും, ഞങ്ങളെല്ലാം വിട്ടു പോവും. പക്ഷെ അപ്പച്ചൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പച്ചന് ബോധ്യമുണ്ടോ? അവിടെ പുള്ളിക്ക് തന്നെ ശരിയായൊരു ഉത്തരവില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ മക്കളിത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ഓരോ വട്ടം വന്നിട്ടും അവർ നിരാശയോടാണ് പോകുന്നത്. ഇപ്രാവശ്യം അവർ വന്നപ്പോൾ അവർ പറഞ്ഞു, അപ്പച്ചൻ്റെ അടുത്ത് നിന്നിരുന്നിട്ട് പ്രാർത്ഥനയോട് പറഞ്ഞു, അപ്പച്ചൻ പോകുന്നുള്ളത് ഞങ്ങൾക്കറിയാം, അപ്പച്ചൻ എന്നും ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പച്ചൻ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അപ്പച്ചന് ബോധ്യമുണ്ടോ? പെട്ടെന്ന് കണ്ണിൽ കൂടെ വെള്ളം വന്നു. അപ്പോഴിവർ അടുത്തോട്ടിരുന്ന്, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അപ്പച്ചൻ നല്ല ബോധ്യത്തോടുകൂടെ പോകണം. അപ്പോൾ അദ്ദേഹം കണ്ണിലോട്ട് നോക്കി, അതിനെന്ത് ചെയ്യണം മോനെ? കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. അപ്പച്ചൻ പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നു, അപ്പച്ചൻ ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, അപ്പച്ചൻ നല്ല മനുഷ്യനായിരുന്നു. ഈ ദേശത്ത് എല്ലാവർക്കും അപ്പച്ചനെ സ്നേഹവും ബഹുമാനവും. പക്ഷെ അതൊന്നും അങ്ങോട്ട് പോകാനുള്ള യോഗ്യതയല്ല അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. അദ്ദേഹം പെട്ടെന്നൊന്നും എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തെന്ന് പറഞ്ഞ് മകനും മരുമോളും കൂടെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അദ്ദേഹം ഇങ്ങനെ മുഖത്തോട്ട് നോക്കി, ഞാൻ എന്താ മോനെ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒത്തിരി ശക്തിയില്ല. ആ മകൻ ആ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വിക്കി പതിഞ്ഞ സ്വരത്തിൽ ആ പ്രാർത്ഥിച്ചു, കർത്താവിനെ സ്വീകരിച്ചു. ഈ മകനും അപ്പച്ചൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പച്ചനെ രക്ഷിച്ചതിനായിട്ട് നന്ദി കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ആ അപ്പച്ചൻ ചിരിച്ചു, കണ്ണു തുറന്ന് ചിരിച്ചു. ഇച്ചിരി കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയും, ഓടിപ്പോയി വെള്ളം എടുത്തോടൊന്ന് കൊടുത്തു. പിന്നെ ഒന്ന് നോക്കി ചിരിച്ചു. സ്തോത്രം യേശുവേ എന്നൊന്ന് പറഞ്ഞ് അതൊക്കെ തല അങ്ങോട്ട് ചാഞ്ഞു പോയി.
നിങ്ങൾ പറയും എത്ര ഭാഗ്യമരണമെന്ന്. തീർച്ചയായിട്ടും അത് ഭാഗ്യമരണം തന്നെയാണ്. അവസാന നിമിഷവും ഒരു അവസരം കർത്താവ് കൊടുത്തു. എല്ലാവർക്കും ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. ഇന്നാണ് അവസരം. ആരും ആ പ്രാർത്ഥന പറഞ്ഞു തരാനും കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ നിന്ന്, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങ് 2000 കൊല്ലം മുമ്പ് ക്രൂശിൽ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നെനിക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് എനിക്കറിയാം, മധ്യസ്ഥ അണയ്ക്കുന്നു എന്നറിയാം. എത്രയും പെട്ടെന്ന് കർത്താവെ അങ്ങ് സഭയെ ചേർക്കുവാൻ വരുമെന്ന് ഞാൻ അറിയുന്നു. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഞാൻ ഈ ലോകത്ത് കാണുന്നു. പക്ഷെ ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് എൻ്റെ പാപം ക്ഷമിച്ച് എൻ്റെ ഉള്ളിലേക്ക് ഞാനിത് അങ്ങേ ക്ഷണിക്കുന്നു, സ്വീകരിക്കുന്നു. എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായി വന്ന് എൻ്റെ ഉള്ളിൽ വസിക്കണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഈ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ദാറ്റ് സിമ്പിൾ. അതെ, സത്യം പറഞ്ഞാൽ ഗോഡ്സ് തിങ്സ് ആർ വെരി സിമ്പിൾ. പക്ഷെ നമ്മളതിനെ അങ്ങ് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ അല്ലേ? പക്ഷേ ഈ ചെയ്യുന്ന പ്രവൃത്തി പോലും നിങ്ങളങ്ങ് വോളണ്ടിയർലി ചെയ്യുന്നതല്ല. അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് കർത്താവിൻ്റെ നാളോളം അത് തികയ്ക്കും. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചങ്ങ് കൊടുത്താട്ട്. ഒരുപക്ഷെ നിങ്ങൾ എത്രയോ വർഷമായിട്ട് ഇങ്ങനൊരു ചർച്ച വരുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ വേറെ എങ്ങും പോകുന്നില്ല, ഞാൻ ഇങ്ങനൊരു ചർച്ചിലാണ് വരുന്നത്. പക്ഷേ കർത്താവുമായിട്ട് ഇങ്ങനൊരു ബന്ധമില്ല എങ്കിൽ ഞാൻ ഈ ഹൗസ് ഓഫ് പ്രയറിൽ പോയി എന്ന് പറഞ്ഞാലൊന്നും അവിടെ കയറ്റത്തില്ല. സാമ്പാഷ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളും കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ഓക്കെ, അപ്പം അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നത്, അതാണ് ഫ്രം ബോണ്ടേജ് അല്ലേ, ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം. അതിന് പറയുന്നൊരു പേരാണ് എന്താണ്? ഡെലിവറൻസ്. ഡെലിവറൻസ്. ഇന്ന് ചിലരെങ്കിലും അന്ധകാരത്തിലിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കണം. ആരെങ്കിലും പിശാചിൻ്റെ അടിമത്തത്തിലിരിക്കും, ഇന്ന് നിങ്ങൾ പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കണം. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, മോശയെ ദൈവം അയച്ച് ഫറവോൻ്റെ അടുത്ത് എൻ്റെ ജനത്തെ വിട്ടയക്കുക. എന്തിനാ? ആരാധിക്കാൻ. ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ല, ഇവിടെ പറ്റത്തില്ല. ആ ഫറവോൻ എന്തൊക്കെ നെഗോസിയേഷൻ നടത്തിയെന്നറിയാമോ? ശരി, ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ എന്താ പുരുഷന്മാരൊക്കെ പൊയ്ക്കോ, സ്ത്രീകളെയും കുട്ടികളെയും ഇവിടെ വിട്ടയച്ചു പോവോ? പറ്റത്തില്ല. എങ്കിൽ പോട്ടെ, ഈ എന്തെങ്കിലും ഒരു പിടുത്തം ഇവിടെ വേണം. നോ, പറ്റത്തില്ല, ഞങ്ങൾക്ക് മുഴുവനുമായിട്ട് പോകണം. ഒടുവിൽ എന്ത് ചെയ്തു? ദൈവം തന്നെ ഇടപെട്ട് 10 ബാധകൾ അയച്ചു. അതെല്ലാം ഈ പറഞ്ഞാൽ പിടിച്ചു വന്നു. പക്ഷേ അവസാനത്തെ ബാധ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അന്നൊരു സംഹാരദൂതൻ ഇറങ്ങി ഫറവോൻ്റെ മിസ്രൈമിലെ സകല കടിഞ്ഞൂലുകളെയും സംഹരിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു വീട്ടിൽ ഒരു മരണവും ഉണ്ടായില്ല. കാര്യം അവരോട് കർത്താവ് പറഞ്ഞു, ഒരു ആടിനെ കൊന്ന് എൻ്റെ രക്തമെടുത്ത് കട്ടളമേലും കുറുമടിമേലും പുരട്ടണം, എന്നിട്ട് കതവടച്ചാകത്തിരിക്കണം. അവരങ്ങനെ ഇരുന്നു. അന്ന് രാത്രി ഒരു സംഹാരദൂതൻ അതുവഴി പോയപ്പം ഈ രക്ത അടയാളം കണ്ട് വീട്ടിൽ എന്ത് ചെയ്തില്ല? കയറിയില്ല. അടയാളം കാണാത്ത എല്ലാ വീട്ടിലും കയറി സംഹാരം നടത്തി. അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും, അന്ന് അവിടെ ഒരു നിഴലായി ഒരാട്ടിൻകുട്ടിയെ കൊന്നെങ്കിൽ ഇന്ന് അതിൻ്റെ പൊരുളായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി ആ കാൽവറി ക്രൂശിൽ എന്താണ്? യാഗമായി. ഇന്ന് ആ രക്ത അടയാളം കണ്ടാൽ പിശാചിന് അടുത്തൂടെ വരാൻ പറ്റത്തില്ല. പകരം തൻ്റെ പുത്രനിൽ ഞാൻ സ്നാനപ്പെട്ട് അവനോട് ചേരുമ്പം പിന്നെ പിതാവായ ദൈവം താഴേക്ക് നോക്കുമ്പം ഗലാത്യലേഖനത്തിലൊരു വാക്യമുണ്ട്, സ്നാനത്തിൽ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശരീരം കാണുന്നില്ല, ഈ ഉടുപ്പാണ് കാണുന്നത്. അതുപോലെ ഞാൻ ക്രിസ്തുവിനെ ധരിക്കുമ്പം പിതാവ് നോക്കുമ്പം പാപിയായ എന്നെയല്ല കാണുന്നത്, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെയാക്കുക. ക്രിസ്തുവിലൂടെ ഇനി എന്നെ കാണാൻ പറ്റൂ. മനസ്സിലായോ? ക്രിസ്തുവിലൂടെ പിതാവ് എന്നെ കാണുന്നുള്ളൂ. എൻ്റെ നീതിയല്ല, ക്രിസ്തുവിൻ്റെ നീതി. തിരിച്ച് എനിക്കും ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റും. അപ്പം ക്രിസ്തു ഇവനെ വിട്ടിട്ട് ഒരു കാര്യം ഇവനില്ല എന്ന് ഓർക്കണം. അങ്ങനെ ആ ക്രിസ്തു എന്ന ദൈവ കുഞ്ഞാടിൻ്റെ വിലയേറിയ നിണത്താൽ, രക്തത്താൽ നാം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് പാടാനൊരു പാട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കഥാപ്രസംഗമായല്ലേ, പോട്ടെന്ന് ഒരു അനീഷ് കാവാലം സ്റ്റൈലായി. അദ്ദേഹം എൻ്റെ നല്ലൊരു സുഹൃത്താണ്. കുഞ്ഞാടിൻ്റെ
വിലയേറിയ ആ രക്തത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എന്താണ്? എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ നിങ്ങളെ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പാടാം. കടന്നു പോയിട്ടില്ല എന്ന് ഉറപ്പില്ലെങ്കിൽ പാടരുത്. ഇത് കഴിഞ്ഞിട്ട് അനുഭവമുണ്ടാക്കാം. ഓക്കെ, ചുമ്മാ വ്യാജം വന്നിരുത് പാടരുത്. സംഹാരദൂതൻ അതുവഴി അങ്ങോട്ട് പോകണമെങ്കിൽ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ് കയറി വരും. അല്ല, ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ, അല്ലേ, ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ നിണത്തിൽ മറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണത്തിലല്ല, രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. ഈ വേഴ്സ് വ്യൂ ഒന്ന് രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനകത്തുള്ള പലതും അക്ഷരത്തെറ്റ് പോട്ടെ, പല തെറ്റുകളും അതിനകത്ത് കാണുന്നു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് സന്തോഷത്തോടെ ആ പാട്ടൊന്ന് പാടാം, ആ ചരണം ഒന്ന് പാടാമോ? കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ മറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരെല്ലാം ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ആ പാട്ടൊന്ന് നമുക്കൊന്ന് പാടാമോ? കുഞ്ഞാടിൻ്റെ വിലയേറിയ നീണത്തിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമേനിൻ അധിപതിയേ, മരുവിലൻ ദൈവമതൻ അധിപതിയേ, തരും അവൻ പുതുമന്ന അതുമതിയേ, തരും അവൻ പുതുമന്ന അതുമതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ ആനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഈ പാട്ട് മനോഹരമായൊരു പാട്ടാവാൻ കാര്യം, ഞാൻ ഈ പറയുന്ന സന്ദേശത്തിൻ്റെ എല്ലാ കാര്യവും അതിനകത്തുണ്ട്. വെൻ വി വർ ഇൻ ബോണ്ടേജ്, ഹൗ വി വർ ഡെലിവേർഡ്. അടുത്തത് മരുഭൂമിയിൽ മന്ന പറക്കി പോകുന്നൊരനുഭവം. പക്ഷേ ആനന്ദം എന്തുവാണെന്നറിയാമോ? കനാൻ ജീവിതം. കണ്ടോ, ആ ട്രാൻസിഷൻസ് കറക്റ്റായിട്ട് ആ പാർട്ടി വന്ന കണ്ടോ? വേവ് വി നമ്മളെവിടെ ആയിരുന്നു, അതൊട്ട് കഴിഞ്ഞ് വാട്ട് നെക്സ്റ്റ്, അത് കഴിഞ്ഞ് എന്തായിരുന്നു. ബട്ട് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടാ? മരുഭൂമിയിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ചത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ്. ഇന്ന് നമ്മുടെ പ്രശ്നം, വിടുവിക്കപ്പെട്ടു, മരുഭൂമി കിടന്ന് കറങ്ങുക. മരുഭൂമിയിൽ എന്തിനാ അവരായിട്ട് കറക്കിയെന്നറിയാമോ? ചത്ത് ശവങ്ങൾ ആ മണ്ണി വീഴാനാണ്. അതാ സത്യം. ബൈബിളിൽ അങ്ങനെ ഉണ്ട്, അല്ലേ? നമ്മളെ ചാവാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് കറക്കുകയല്ല മരുഭൂമിയിൽ. അല്ല, നമ്മളെ വാഗ്ദത്ത ദേശത്തേക്കാണ് കർത്താവ് വിളിച്ചത്. പക്ഷെ മരുഭൂമി ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷേ അതിനെ ഞാൻ രാവിലത്തെ സർവീസിൽ പറഞ്ഞു, ആഫ്റ്റർ ഡെലിവറൻസ് ദാറ്റ്സ് യുവർ ഡിസൈപ്പിൾഷിപ്പ്. മരുഭൂമിയിലാണ് ശരിക്കും എന്നെ ഒന്ന് പണിതെടുക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഈ പുറത്ത് വരും. അതാ സത്യം. അവിടെയാണ് ദൈവം എന്നെ എന്ത് ചെയ്യുന്നത്? അവൻ എന്നെ തൻ്റെ ശിഷ്യത്വത്തിൽ എൻറോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കരുത്. കാരണം ഈ മന്ന പറക്കി ഇരുന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാം? ഈ മരുഭൂമിയിൽ 40 വർഷം, ഇനി ചരിത്രം അറിയാവുന്നവർക്കറിയാം, അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്കറിയാം, ശരിക്കും നടന്നങ്ങ് പോയിരുന്നെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് അപ്പുറത്ത് പോകുമായിരുന്നു. പക്ഷേ ഇവരായിട്ട് എന്തിനാണ് ഈ 40 വർഷം കറക്കിയത്? ആ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ അല്ല, ഐറ്റിനറി അങ്ങനെ അല്ലായിരുന്നു, അല്ലേ? അവരുടെ അവിശ്വാസവും അവരുടെ പിറുപിറുപ്പും അവരുടെ ദുശാഠ്യവും, അല്ലേ, അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ കിടന്ന് കറങ്ങേണ്ടി വന്നത്. അവിടെ ദൈവത്തിന് കോപമായിട്ട് പറഞ്ഞു, ഇതിൽ ഒരുത്തനും, ഇവിടെ നിന്നിറങ്ങിയ ഒരുത്തനും, മുതിർന്ന ഒരുത്തനും അങ്ങോട്ട് കയറത്തില്ല. എന്തിനാ? ഇവരെ ഇറക്കിക്കൊണ്ടുപോയ മോശയ്ക്ക് പോലും കയറാൻ പറ്റിയില്ല. ഇവരുടെ മക്കൾ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ മരുഭൂമിയിൽ സംബന്ധിച്ചുള്ള അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അതായിരുന്നു ഒരു വലിയ ഗുണം. എന്താണ്? ജോലി ചെയ്യേണ്ട.
പിന്നെന്താ, ഭക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, കൃത്യം രാവിലെ ഡോർ ഡെലിവറി. എന്താണ്? സ്വിഗ്ഗി, സൊമാറ്റോ. അന്ന് കോളിംഗ് ബെല്ല് ഇല്ലെങ്കിൽ ആ കൂടാരത്തിൽ നിൽക്കണേ, എന്താണ്? മന്ന വന്ന് സാർ. അവിടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ കൊണ്ട് കൈ കൊടുക്കുകയല്ല, അവിടെ വീണ് കിടക്കുക. ഇല്ലേ? നേരം വെളുത്ത് കഥ ഓർന്ന് ഇറങ്ങി അങ്ങ് പിറയ്ക്കാം, അന്നത്തേക്കുള്ളത് പിറക്കാം. ഇല്ലേ? നിങ്ങൾ ആലോചിക്കുകയാണ്, ഇങ്ങനെ എല്ലാ ദിവസവും അങ്ങ് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? പക്ഷേ 40 വർഷം ഇവർക്ക് പണിയെടുക്കണ്ട. അതാണ് ഒന്നാമത്തെ കാര്യം, പണിയെടുക്കണ്ട. ദേ ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. അടുത്തത്, ദേ ഡോണ്ട് ഹാവ് ടു ഫൈറ്റ്. അവർക്കൊരു യുദ്ധവും ഇല്ല, അവിടെ ശത്രുവും ഇല്ല, ഒന്നുമില്ല മരുഭൂമിയിൽ. കുറച്ച് തേളും പാമ്പോ കൊണ്ടായി അതുവരങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത് പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രി നല്ല വെട്ടത്തിന് തീപ്പെട്ടിയില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല. എന്താണ്? അഗ്നിസ്തംഭം. പകലോ ഈ മരുഭൂമി ചൂടാ, അറിയാം. അവിടെയാണ് ഒരു മേഘസ്തംഭം. അതിൻ്റെ അർത്ഥം ഒരു AC എഫക്റ്റാണ്, അല്ലേ? അപ്പം നോക്കിയേ, അവർക്ക് വേണ്ടുന്ന പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ഇനി കഴിക്കാൻ കൃത്യം ഡോർ ഡെലിവറി, അല്ലേ? പിന്നെ അടുത്തത് എന്താണ്? വെള്ളം വേണം. അയ്യോ, ഒരിക്കൽ ചെന്നപ്പം കയ്പ് വെള്ളത്തിന്, വേറെ ചെന്നപ്പോൾ വെള്ളമേ ഇല്ല. ഇവർക്ക് ആ കൂടി 2 കാര്യത്തിൻ്റെ വാതുറക്കാൻ അറിയത്തില്ല, ഒന്ന് തിന്നാനും ഒന്ന് പെറുപിറുക്കാനും. പക്ഷെ ദൈവം അവരോട് കരുണ ചെയ്ത് അപ്പോഴെല്ലാം വെള്ളം കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പ്രശ്നം. എന്താണ്? ഇത് മന്ന തിന്ന് മടുത്തു. അപ്പോഴാണ് ഒരു കൊതി വന്നു. കൊതി വരുന്ന പാവമല്ല. എന്താ വന്നത്? പണ്ട് അവിടെ ആയിരുന്നെങ്കിൽ, അല്ലേ, പണ്ട് അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇറച്ചി ഉണ്ടായിരുന്നതല്ല, ഇറച്ചിക്കാലത്തിൻ്റെ അടുത്തിരുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പറഞ്ഞു തീർന്നില്ല, ഏതാണ്ടൊന്നും വന്ന് അവിടെയൊക്കെ പറന്നു വീണ്. എന്താണ്? കാടപ്പക്ഷി. ഈ കാടയെന്ന് പറഞ്ഞാൽ നിങ്ങളിരിക്കുന്നത് ഇത്രയുള്ള കാടയല്ല, നമ്മൾ കണ്ടിരിക്കുന്ന കാട അതാ. പക്ഷെ ഇതങ്ങനെയല്ല, എത്രയോ കിലോ ഉള്ള സാധനമായിരുന്നു. ഇത് വന്നെങ്കിൽ വീണ് കിടക്കുക. ഇതിനെ എടുത്ത് തിന്നിട്ട് നമ്മളൊക്കെ എത്ര തിന്നാ എവിടം വരെ തിന്നും, എത്ര തിന്നും. പക്ഷെ ബൈബിള് ഈ ആശാന്മാരൊരു തീറ്റ അങ്ങോട്ട് തിന്നു. എന്നിട്ട് എന്ത് പറ്റിയെന്നായിരിക്കുന്നത്? തിന്നിട്ട് അത് എവിടെ കൂടെ ചാടി? മൂക്കി കൂടെ ചാടി. ഇന്ന് വരെ ആർക്കെങ്കിലും എന്തെങ്കിലും തിന്ന് മൂക്കി കൂടെ ചാടിയിട്ടുണ്ടോ? അപ്പം ഇവന്മാർ എന്തോ ഒരു തീറ്റയാണ് തിന്ന്. നിങ്ങൾ മോശമല്ല, ചില ബഫേക്കൊക്കെ ചെന്നാൽ പിന്നെ ഒരു കൺട്രോളും ഇല്ലയെന്നറിയാം. പക്ഷെ ഇപ്പം നമ്മളൊത്തിരി ഹെൽത്ത് കോൺഷ്യസ്, അങ്ങനെ പഴയ പോലെ തിന്നുന്നില്ല. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ തിന്ന് മൂക്കി കൂടെ ചാടി. അതുപോലെ ദൈവം കൊടുത്തു. അതുകൊണ്ട് ഈ കൊതിയൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചോണം, ദൈവം ആ കൊതി അങ്ങ് തീർത്ത് തരും. ഓക്കെ. പക്ഷെ ഒരു പ്രശ്നം, അവരാ വായിൽ ഇറച്ചിയിരിക്കുമെന്ന് തന്നെ അവരെന്ത് ചെയ്തു? പെറുപുറത്തു. ഇന്ന് നമ്മൾ ഒട്ടും മോശമല്ല പ്രിയപ്പെട്ടവരെ. നമ്മളിരുന്നുണ്ട് അവരെ കുറ്റം പറയണ്ട. നമുക്കും ദൈവം ഇതെല്ലാം തന്നിട്ടും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ ഇല്ലാത്ത കാര്യവും പറയും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ അനുഭവിക്കുന്നത്, അത് അനുഭവിക്കാൻ കഴിയാതെ എത്രയോ പേര് കഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ. ഇന്നലെ രാത്രി ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്നപ്പം ആ പ്രിയ സഹോദരിയുടെ ശ്വാസത്തിൻ്റെ പ്രശ്നം ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അല്പം ശ്വസിക്കാൻ ആ പ്രിയ സഹോദരി പെടുന്ന പാട് ഞങ്ങൾ നേരിട്ട് കുറേ നേരം നിന്ന് കാണുകയായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നുമില്ല ഇനി ചെയ്യാൻ. ഇന്ന് രാവിലെയും ഡോക്ടേഴ്സ് എന്നോട് ആ കാര്യങ്ങൾ പറയുമായിരുന്നു. ദർ ഇസ് നത്തിങ് എൽസ് വാട്ട് വി ക്യാൻ ഡു മോർ. ഒന്നും ചെയ്യാനില്ല ഇനി. ഇവിടെയിരിക്കുന്ന ശ്വാസം മുട്ടൽ ആരെങ്കിലും ഉണ്ടോ? വന്നിരുന്നപ്പോൾ തൊട്ട് നന്നായിട്ട് ശ്വസിക്കുന്നുണ്ടേ. ഈ ശ്വാസത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ അവൾ? ഈ ഫ്രീ ആയിട്ട് ഈ വലിച്ചു വിടുന്ന ഓക്സിജന് ആരെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ആശുപത്രി പോയി കിടന്ന് ആ ട്യൂബിൽ കൂടെ ഒന്ന് എടുത്തു നോക്ക്, ബില്ലടിച്ച് വരും. ദൈവം നമുക്ക് സൗജന്യമായി തന്ന പലതിനും നമുക്ക് നന്ദിയില്ലാതെ പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തിനൊന്ന് വായി തുറന്ന്, ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവരും ദൈവത്തിനൊന്ന് വായി തുറന്ന് നന്ദി പറഞ്ഞാട്ട്, കർത്താവേ നന്ദി, യേശുവേ നന്ദിയപ്പാ, എനിക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും, എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന്, എനിക്ക് തന്നിരിക്കുന്ന ഈ ശ്വസിക്കുന്ന ശ്വാസത്തിന്, കർത്താവേ എനിക്ക് തന്ന ഭക്ഷണത്തിന്, എനിക്ക് കുടിക്കാൻ തന്ന വെള്ളത്തിന്, എനിക്ക് തന്ന ആരോഗ്യത്തിന്, എനിക്ക് തന്നിരിക്കുന്ന കുടുംബത്തിന്, കർത്താവേ എനിക്ക് തന്നിരിക്കുന്ന ജോലിക്ക്, എനിക്ക് തന്നിരിക്കുന്ന മക്കൾക്ക്, എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്ക്, കർത്താവേ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ കർത്താവേ അനുഭവങ്ങൾക്കും എല്ലാത്തിനും നന്ദി പറയുന്നു എന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, നന്ദി പറഞ്ഞാട്ട്, വായി തുറന്ന് നന്ദി പറഞ്ഞാട്ട്. ബി താങ്ക്ഫുൾ. ബീയിങ് താങ്ക്ഫുൾ ഈസ് സ്പിരിച്വൽ. ഞാൻ എപ്പോഴും പറയും, ബീയിങ് താങ്ക്ഫുൾ ഈസ് സ്പിരിച്വൽ. നന്ദിയുള്ളതാണ് ആത്മീയതയുടെ ലക്ഷ്യം. അന്യഭാഷ പറയുന്നതല്ല ആത്മീയതയുടെ ലക്ഷ്യം, നന്ദി പറയുന്നതാണ് ആത്മീയരുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവേ, കർത്താവേ, എൻ്റെ പ്രവൃത്തിയാലല്ല കർത്താവേ, ഒന്നിനാലും അല്ല കർത്താവേ,
ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇതുവരെ നിന്നത് കർത്താവേ എൻ്റെ ശക്തി കൊണ്ടല്ല കർത്താവേ, നിൻ്റെ കൃപയാലാണ് കർത്താവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നിൻ്റെ കൃപകൾക്കായി നന്ദി എന്നെല്ലാവരും പറഞ്ഞാട്ടെ. എല്ലാവരും വായി തുറന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കായും, കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായും, എന്നെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായും, എന്നെ കടത്തിവിട്ട പാതകൾക്കായും, എനിക്ക് തന്ന അനുഭവങ്ങൾക്കായി എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞാട്ടെ. വായി തുറന്നാട്ടെ. ആരും വെറുതെ ഇരിക്കരുത് ഇവിടെ. ഹല്ലേലൂയ. ഓൺലൈനിൽ ഞങ്ങൾ കേൾക്കുന്നവർ അവിടെ ഇരുന്നോട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. യേശുവേ നന്ദി, താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞാട്ട്. യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ട്. സേ താങ്ക് യു ജീസസ്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്. ദൈവമേ നന്ദി കർത്താവേ, പരിശുദ്ധനെ നന്ദി കർത്താവേ, രക്ഷക നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, താങ്ക് യു ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാട്ട്. Kabadala karşıke telela kadala baba baba kadala karşıke telela kababa baba kadala kabadala karşıke telela kadala baba baba kabadala. ദൈവത്തിൻ്റെ ആത്മാവ് എന്തോ പ്രത്യേക തരത്തിലാണ് നമ്മളെ ഇന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. ഞാനിന്നിവിടെ പറയാൻ ഒരു പ്രസംഗം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പറയുന്നെങ്കിലും പക്ഷേ ആ ഒരു ഫ്ലോയിലല്ല ദൈവാത്മാവ് നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. God is leading in a very special way because He is taking us to the new season. Maybe He's teaching us to go in a different way. Hallelujah. Kabadala. നമ്മളെപ്പോഴും യൂസ്ഡ് ആയിരിക്കുന്നത്, നമ്മളെപ്പോഴും പരിചയിച്ചിരിക്കുന്ന ഒരു പാതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേൽ മക്കളോട് ഒരിക്കൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ വഴിയെ മുമ്പേ പോയിട്ടില്ലല്ലോ. സഭയെ ദൈവം ഇതിനു മുമ്പ് പോയിട്ടില്ലാത്തൊരു വഴിയിലൂടെ ദൈവം നടത്തിയാൽ നിങ്ങൾ ആ പുതിയ വഴിയിലൂടെ കർത്താവിൽ ആശ്രയിച്ച് പോകാൻ നിങ്ങൾ തയ്യാറാണോ? Are you willing to come the new way, the new route which the Lord may ask the church to take? അല്ലേ, ഒരു പുതിയ വഴി, നിങ്ങളിതുവരെ പോയിട്ടില്ലാത്തൊരു വഴിയിലൂടെ വിശ്വാസത്തോടെ ആ പാതയിലേക്ക് നമുക്ക് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, അപ്പം അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് വന്ന് അവിടെ ദൈവം നമ്മളെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ മരുഭൂമിയിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ പണിയെടുക്കണ്ട, ഭക്ഷണം അവിടെ മുന്നിൽ വന്ന് കിടക്കും. അടുത്തത്, ആരോട് യുദ്ധം ചെയ്യേണ്ട, അവിടെ യുദ്ധങ്ങളൊന്നുമില്ല. ഞാൻ ഇന്ന് രാവിലെ പറയായിരുന്നു, ആ മരുഭൂമിയിലെ ജീവിതം ഒന്ന് ആലോചിക്കുക. പുരുഷന്മാർക്കൊന്നും പകൽ ഒരു പണിയും ഇല്ല, ഓൺലൈനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്താണ് പണി? ഞാൻ ഇങ്ങനെ പറയാം, പുരുഷന്മാർ പുറവേച്ചിട്ട് ഉഴപ്പന്മാരാ. ചില സ്മോൾ അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ അതില്ല, ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞാൽ ചീട്ടില്ല, പിന്നെന്തുവാ അന്ന് മൊബൈൽ ഫോണും ഇല്ല, പിന്നെ എല്ലാവരും ഇതും കൊണ്ടിരുന്നതന്നെ. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വരിക്കുന്നതിൽ മരുഭൂമിയിലെല്ലാം പാട്ടും പാടി ആരാധിച്ചുകൊണ്ടിരുന്നതെന്നാണോ? എനിക്ക് തോന്നുന്നില്ല. ഈ പെറുകുറുക്കന്മാരെങ്ങനെ ആരാധിക്കുന്നത്? നമ്മൾ ആരാധിക്കും, അത് വേറെ കാര്യം. നമ്മൾ ഒരേ വാഗോണ്ട് ആരാധിക്കുകയും ചെയ്യും, ഒരേ അതല്ലേ ഈ അപ്പോസ്തലന്മാരൊക്കെ എന്ത് പാവങ്ങളാണ്. യാക്കോബ് എന്നൊരു പാവ അപ്പോസ്തലൻ. അങ്ങനെ പറയാം, ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഒരേ ഉറവയിൽ നിന്ന് എന്ത് വരുന്നു? മധുരമുള്ള വെള്ളവും വരുന്നു. ഞായറാഴ്ച എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് ദി ലോർഡ് ആൻഡി ബ്രദർ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ വൈകിട്ട് ലൂലു വെച്ച് കണ്ടപ്പോഴോ അയാളെ സൂക്ഷിക്കണം കേട്ടോ, അയാൾ ശരിയല്ല കേട്ടോ. പാസ്റ്റർ അയാളത്ര ശരിയൊന്നുമല്ല. കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും. ഇതെങ്ങനെ പറ്റുമെന്നാണ്, എങ്ങനെ പറ്റുമെന്നല്ല യാക്കോബ് എന്താ പറഞ്ഞതെന്നറിയാമോ? അത് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഉറവയിൽ നിന്ന് രണ്ട് വെള്ളം വരത്തില്ല, പക്ഷെ നമ്മുടെ ഈ വായിൽ നിന്ന് രണ്ടെണ്ണം വരുന്നുണ്ട്. അതൊന്ന് തിരുത്തുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ. അപ്പം അധ്വാനിക്കണ്ട, യുദ്ധം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പകലെല്ലാം പുരുഷന്മാരെന്ത് ചെയ്തെന്ന് നമുക്കറിയത്തില്ല. സ്ത്രീകൾ എന്തോ ചെയ്തോ അന്ന് വല്ല കുടുംബശ്രീ തൊഴിലുറപ്പിലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവിടെയെങ്കിലും ചെന്ന് ഇച്ചിരി, പിന്നെ രാവിലെ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ഒന്നും ഓഫീസിൽ പോകണ്ട, പിള്ളേരെ സ്കൂളിൽ, പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ സുഖം, ഓൺലൈൻ ക്ലാസ്സും ഇല്ല, സ്കൂളിലും പോകണ്ട, ഇല്ലേ? ഒന്നും. സത്യം പറഞ്ഞാൽ ഈ 40 വർഷം സുഖമെന്ന് നമുക്ക് പറയാം. പക്ഷെ അത് ഈ മടിയന്മാരുടെ ഒരു ഇന്ന് ചിലരുണ്ട്, ഈ ദൈവം തരുന്ന മന്നയും പിറക്കി ഈ പറഞ്ഞ പോലെ മേലനങ്ങത്തുമില്ല, യുദ്ധവും ചെയ്യേണ്ട, ഒന്നുമില്ല. പക്ഷെ അതല്ല നിന്നെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ഞാൻ നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ചെറിയ വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? ശരി, 40 വർഷമായി, മോശ ഇങ്ങോട്ട് പോകത്തില്ല എന്ന് ഉറപ്പായി. മോശയെ പതുക്കെ ദൈവം എങ്ങും മാറ്റി, ദൈവം തന്നെ കൊണ്ടങ്ങ് അടക്കി, എവിടാന്ന് പോലും അറിയത്തില്ല. അടുത്ത ആരാ? യോശുവ.
ചെറുപ്പക്കാരനാ, മോശയുടെ കൂടെ വളരെ വിശ്വസ്തനായിട്ട് നിന്ന ആളാണ്. ദൈവം മോശയോട് എങ്ങനെ സംസാരിച്ചോ അങ്ങനെ യോശുവയോട് സംസാരിക്കാൻ തുടങ്ങി. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടിയും ഇരിക്കും. അപ്പം യോശുവയ്ക്കൊരു സംശയം, മോശ എന്തി കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുള്ളി മിസ്സിങ് ആവുമായിരുന്നു, പക്ഷേ ഇങ്ങനെ വരും 40 ദിവസം കഴിയും, പ്രാവശ്യം കാണുന്നില്ല. അവൻ മരിച്ചു, ഇനിയില്ല, ഹീസ് നോ മോർ. ഒരു കാര്യം നീ പേടിക്കരുത്, മോശയോട് കൂടെ ഞാൻ എങ്ങനെ ഇരുന്നോ അതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഞാൻ എങ്ങനെ മോശയോട് സംസാരിച്ചു അതുപോലെ ഞാൻ നിന്നോട് സംസാരിച്ചു. അവിടെ നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പെട്ടെന്ന് ഇളങ്ങി ഞെട്ടി, ഞാനോ? അതെ, മുന്നോട്ട് പോ, സമയമായി, മുന്നോട്ട് പോ. ഇനി ഇവിടെ കിടന്ന് കറങ്ങിയാൽ മതി, പോ. മുന്നോട്ട് പോയപ്പോഴാണ് പ്രശ്നം. മോശയുമായിട്ട് ഇറങ്ങി വന്നപ്പം ചെങ്കടൽ, ദാണ്ട യോശുവയും കൂട്ടിച്ചെന്നപ്പം യോർദാൻ. വെറും യോർദാനല്ല, കര കവിഞ്ഞൊഴുകുന്ന ഒരു യോർദാൻ. ദൈവം ചോദിച്ചു, എന്താ ഇങ്ങോട്ട് നോക്കുന്നേ? ഇറങ്ങ്. എവിടെ? പുരോഹിതന്മാർ വിളിക്ക്, നിയമവട്ടം തോളിലെടുക്കാൻ പറ, ഇറങ്ങ്. കാലങ്ങോട്ട് വെള്ളത്തിലോട്ട് വെച്ചപ്പം വെള്ളം അവിടെ നിന്നു. ഇതാണ്, ഇവിടെ നിന്നാണ് നമ്മുടെ ന്യൂ സീസണിൻ്റെ തുടക്കം. എന്താണ്? വിശ്വാസത്താൽ കാലെടുത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അസാധ്യമാണ്. നമ്മുടെ ബുദ്ധി പറയുന്നു, അയ്യോ ഈ വെള്ളം എങ്ങനെ നിൽക്കും? നിങ്ങൾ ഈ പമ്പാ നദിയുടെ കരയിൽ ചെന്നിട്ട് അതിനെ നിർത്താൻ പറ്റുമോ? ചിന്തിക്കാൻ വയ്യ. പമ്പാ നദി പോയിട്ടൊരു ഓട നമ്മൾ നിർത്തിയിട്ടില്ല, പിന്നെയല്ലേ പമ്പാ നദി. നമ്മളെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. സൂപ്പർ നാച്ചുറലി അതൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ. പക്ഷെ ഇത്രയും വലിയൊരു യോർദാനെ വിശ്വാസത്തോടെ കാല് വെച്ചപ്പോൾ അങ്ങ് നിന്നു. പെട്ടെന്ന് ഈ ജനം മുഴുവൻ അങ്ങ് അക്കരെ പോയി. എന്നിട്ട് അവർക്ക് പാടാൻ പറ്റൂ. നേരത്തെ പാടിയ പാട്ടിൻ്റെ അവസാന ചരണം എന്താണ്? ആനന്ദമേ പരമാനന്ദമേ മരുഭൂജീവിതം അല്ല, കനാൻ ജീവിതം. മരുഭൂമിയിലെ വേറെയാ. മരുഭൂയാത്ര അതികാഠിനം. വേണ്ട, നിരാശയുടെ പാട്ടൊന്നുകൂടെ പാടണ്ട. നമുക്ക് ഈ മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. ഇത് പാടി ഒരു സെൽഫ് സിമ്പതിയിലും സെൽഫ് പിറ്റിയിലും ഇരിക്കാനാണ് നമുക്കിഷ്ടം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയാ, അത് മതി. നിന്നെ വിളിച്ചിടത്തേക്ക് കാലെടുത്ത് വയ്ക്കുക. അപ്പോഴാണ് പറയുന്നത്, യോർദാൻ സാരമില്ല, കാല് വയ്ക്കുക, വിശ്വാസത്തോടെ കാലെടുത്ത് വയ്ക്കുക, ദൈവം ബാക്കി നോക്കിക്കോളും. യോർദാൻ നിന്നു, എല്ലാവരും അക്കരെ കടന്നപ്പോഴത്തേക്കും തപ്പെടുത്ത് പാട്ട് പാടാന്ന് പറഞ്ഞാൽ മിറിയാമിനെ നോക്കിയപ്പോൾ മിറിയാം ഇല്ല. പണ്ട് മിറിയാം ഉണ്ടായിരുന്നു, മറ്റേ ഡെലിവറൻസിൽ മിറിയാം ഉണ്ടായിരുന്നു. പ്രാവശ്യം മിറിയാം അവിടെ ഇല്ല. ശരി, അവിടെ പാട്ടൊന്നും പാടിയില്ല. അങ്ങോട്ട് കയറിയപ്പോഴും അടുത്ത പ്രശ്നം, അയ്യോ ബുർജ് ഖലീഫ നോക്കുന്ന പോലെ നോക്കുക. എന്താണ്? ഒരു എരിഹോ കോട്ട അവിടെ നിൽക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ ഇവിടെ, കാരണം ഇവരിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇതിന്. ഇത് നോക്കിയപ്പം എരിഹോ കോട്ട. എന്ത് ചെയ്യണം? ഇത് കടക്കാതെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല, പക്ഷേ ഇത് അടച്ചു പൂട്ടി വെച്ചിരിക്കുക. ദൈവം പറഞ്ഞ്, എന്താ നോക്കുന്നേ? ഓക്കെ, യു നീഡ് മൈ ഗൈഡൻസ്, റൈറ്റ്? ഓക്കെ, ഐ ടെൽ യു വാട്ട് ടു ഡു. റൗണ്ട് ഇറ്റ്, ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്, മെറി ഗോ റൗണ്ട് എന്ന് പറഞ്ഞാൽ പോവുക. ഓക്കെ, 7 ദിവസം പോകണം. 7 ദിവസം എന്താ ചെയ്യേണ്ടത്? മിണ്ടാതെ നടക്കണം. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ തല്ലിക്കൊന്ന മിണ്ടാതിരിക്കത്തില്ല. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേത്ത് കോട്ട യേശുവിൻ്റെ നാമത്തിൽ, ആ കോട്ടയ്ക്ക് ചുറ്റും നമ്മൾ എന്തൊക്കെയോ മിണ്ടരുത്, മിണ്ടാതെ നടക്കണം. 7 ദിവസവും മിണ്ടാതെ നടക്കണം. 7-ാം ദിവസം എത്ര വട്ടം കറങ്ങണം? 7 വട്ടം കറങ്ങണം. അതിലും 6 വട്ടം മിണ്ടരുത്. അവസാനത്തെ ലാപ്പിൽ എന്ത് ചെയ്യണം? മിണ്ടണം. പക്ഷെ അതൊരു 1.5 മിണ്ടലായിരിക്കും. എന്താണ്? ഷൗട്ട്. ഫാദർ ബെക്മാൻസ് തമിഴ്നാട്ടിലറിയാമല്ലോ, അദ്ദേഹം ഞങ്ങളുടെ നല്ലൊരു സ്നേഹിതനാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. നമ്മുടെ ചർച്ചിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്തൊരു പാട്ട്, അത് എവിടെ നിന്നാണ് എഴുതിയതെന്നറിയാമോ? പാറോട്ടുകോണം ആ കുളത്തിൻ്റെ കരയ്ക്ക് ആ പടിയിൽ, ഞങ്ങളെൻ്റെ തൊട്ട് ഫ്രണ്ട് വീട്ടിലാണ് താമസിച്ചത്. രാത്രി പുള്ളിയും പുള്ളിയുടെ അസിസ്റ്റൻ്റ് ഒരു പയ്യനും രണ്ടും കൂടെ ആ പടിക്കെട്ടി പോയിരുന്നിട്ട് ഇങ്ങനെ രാത്രി ഇരുന്ന് ഇങ്ങനെ പാടി പുതിയ പാട്ടുകൾ പുള്ളിക്ക് വരും. പയ്യനത് കുറിക്കും, എന്നിട്ട് അടുത്ത ദിവസം അത് പഠിപ്പിക്കും.
അപ്പോൾ അന്നൊരു പാട്ട് പുതുതായിട്ട് പാടി, ഉത്സാഹത്തോടെ നമ്മളെല്ലാവരും ചേർന്ന് പാടി. പഴയ തലമുറയ്ക്ക് അറിയാം ആ പാട്ട്, പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകളാണ്. പഴയ തലമുറയ്ക്ക് തമിഴ്നാട് മാത്രമല്ല, അത് പിന്നെ തർജ്ജമ ചെയ്ത് മലയാളത്തിലുണ്ടെന്നോ എനിക്കറിയത്തില്ല, ഞാൻ തമിഴിൽ പാടാം. എന്താണെന്നറിയാമോ? വിഴുകുത് വിഴുകുത് എറിയോ കോട്ടை, എഴുമ്പത് എഴുമ്പത് യേശുവിൻ സഭை. അടുത്തത് തുതിപ്പോം സത്താனை മെതിപ്പോം, ദേശത്തെ സുതന്ത്രിപ്പോം, അല്ലേ, ദേശത്തെ സ്വന്തമാക്കുவோം. വിഴുകുത് വിഴുകുത് എറിയോ കോട്ടை എന്നൊരു പാട്. അതായത് ഈ എറിയോ കോട്ടை ഇതാ വീഴുകയാണ്, യേശുവിൻ്റെ സഭ എഴുന്നേൽക്കുകയാണ്. അടുത്തത് എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? പിശാചിനെ മെതിച്ച്. കാര്യം അവൻ നമ്മുടെ കാൽ കീഴിലാണ്. കാലിൻ്റെ കീഴിരിക്കുന്ന പിന്നെ ചവിട്ടാതെ പിന്നെ എന്ത് ചെയ്യാനാ? കാലിൻ്റെ കീഴിരിക്കുന്നിടത്ത് കക്ഷത്ത് വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാലിൻ്റെ കീഴിൽ നിന്ന് കാലിൻ്റെ കീഴിരിക്കണം. പക്ഷെ നമ്മുടെ പ്രശ്നം കാലിൻ്റെ കീഴി ദൈവം ആക്കി തന്നതിനെ എടുത്ത് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇതായി പ്രശ്നം. പുട്ട് ഇറ്റ് ഡൗൺ, ഹീ ഈസ് അണ്ടർ യുവർ ഫീറ്റ്. അല്ലേ അല്ലേ? പിശാച് നമ്മുടെ കാലിൻ്റെ കീഴിലാണെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവർ. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഭയങ്കര ഡീസൻ്റാണ്. അങ്ങനെയൊന്നും കാലിൻ്റെ കീഴിലൊന്നും ഒരാളെ വെക്കുന്നത് ശരിയല്ല, അല്ലേ? നമ്മൾ അയാളെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുക. വെച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ തോളത്ത് വെച്ചുകൊണ്ട് നടന്നോ. എടുത്ത് തിരിച്ച് താഴോട്ടിട്ട് നമ്മുടെ കാലിൻ്റെ കീഴിലാണ് ദൈവം ആക്കിയിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിഴുകുത് വിഴുകുത് എരികോ കോട്ടയം എന്നുള്ളതായിരിക്കണം നമ്മുടെ അനുഭവം. എരിഹോ കോട്ട 7 ദിവസം 7-ാം പ്രാവശ്യം അവരുടെ കയ്യിലൊരു കുടവും കുടത്തിനുള്ളിൽ ഒരു പന്തം ഒളിപ്പിച്ചും വയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ആ പന്തം പുറത്തു വരത്തക്കവണ്ണം ആ കുടം അങ്ങ് പൊട്ടിച്ചു. പെട്ടെന്ന് ഇവർ ആർപ്പിട്ടു. അതെല്ലാം കൂടി ഇങ്ങ് താഴെ വീണു. അവരകത്ത് കയറി, അല്ലേ? നമുക്കറിയാം ആ എരിഹോ കോട്ടയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പടിഞ്ഞാറക്കോട്ട പോലത്തെ കോട്ടയൊന്നുമല്ല. ആ കോട്ട മതിലിൻ്റെ മുകളിൽ വീടുകളുണ്ടായിരുന്നു. ആ കോട്ടയുടെ മുകളിൽ കൂടെ വലിയ എത്രയോ കുതിരയെ കെട്ടിയ രഥം ഓടുമായിരുന്നു. അത്രയ്ക്ക് വീതിയുള്ള. പക്ഷെ ഇതെല്ലാം കൂടെ എന്ത് ചെയ്തു? എങ്ങനെ വീണു? ഒരു ഡിവൈൻ എക്സ്പ്ലോഷൻ അല്ല, അതിങ്ങ് വീണ് ദൈവപ്രവൃത്തി കണ്ടു. അങ്ങോട്ട് ചെന്നപ്പോഴും അടുത്തൊരു പ്രശ്നം. ഇവരെ നേരെ 12 പേരെ ഒറ്റ നോക്കാൻ വിട്ടു. ഈ 12 വരുമ്പോൾ എല്ലാമൊക്കെ കണ്ടു. ദേശം നല്ലതാണ്, അവിടെയുള്ള ഫലമൊക്കെ ചില സാമ്പിളൊക്കെ എടുത്തു. പക്ഷെ കൂട്ടത്തിൽ ഇവരെല്ലാം കണ്ടു, ഒരേ കാര്യം കണ്ടു. എന്താ? അനാഖ്യ മല്ലന്മാർ, ദേർ ആർ ജയൻസ് ദേവ്, ഫിലിസ്തീൻ മല്ലന്മാരോടുണ്ട്. ഇതൊക്കെ അവർ കണ്ടു, അവരുടെ സൈസും ഒക്കെ കണ്ടു. പിന്നാണ് നോക്കിയപ്പോൾ ഇവിടെ ഒത്തിരി ശത്രുക്കൾ, മല്ലന്മാരും ഈ പറഞ്ഞ പോലെ അവർ നമ്മൾക്കെതിരെ നിൽക്കുക. പക്ഷെ അതിനെ ഒന്നൊന്നായി ഇവരെന്ത് ചെയ്തു? ജയിച്ച് കീഴടക്കി ദേശത്തെ അവകാശമാക്കി. ആ ദേശത്തെ അവകാശമാക്കി. അപ്പം ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് ഇതാണ്, പ്രിയപ്പെട്ടവരെ. ഡെലിവറൻസ് ടു ഡിസൈപ്പിൾഷിപ്പ്. ഫ്രം ഡിസൈപ്പിൾഷിപ്പ് ഗോഡ് വാണ്ട്സ് യു ടു ഗോ ടു ഡൊമീനിയൻ. എന്താണ്? കീഴടക്കുക, അവകാശമാക്കി അവരുടെ മേൽ കർത്തൃത്വം നടത്തി വാഴുക. അതാണ് സ്വർഗീയമായ എല്ലാ അധികാരങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പിശാചിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട് എന്നോർക്കണം. പാപത്തോടും ഈ പറഞ്ഞ ജഡത്തോടും ലോകത്തോടും പോരാടി അതിന്മേൽ ജയം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവം അധികാരം ശക്തിയും തന്നിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഇന്ന് സഭ ആ ഒരു ഡൊമീനിയനിലേക്ക് കയറണം. ഈ ഡെലിവറൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെലിവേർഡ് ആയിക്കോണം. പക്ഷേ ഡെലിവേർഡ് ആയാൽ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ ഒരു വലിയൊരു ഫാഷനാണ് വിശ്വാസികൾ ഒരു വിടുതലിൽ നിന്ന് അടുത്ത വിടുതൽ, ഒരു ശനിയാഴ്ച അവിടെ ഒരു വിടുതൽ, പിന്നെ ഞായറാഴ്ച വൈകിട്ട് അവിടെ ഒരു വിടുതൽ, പിന്നെ 21 ദിവസം ഇവിടെ ഒരു വിടുതൽ, പിന്നെ അവിടെ ഒരു 7 ദിവസം വിടുതൽ, അവിടെ ഒരു ദൈവദാസം വന്നിട്ടുണ്ട് വിടുതൽ. ഞാനൊരു കാര്യം പറഞ്ഞു, ഡോണ്ട് റൺ ഫ്രം ഡെലിവറൻസ് ടു ഡെലിവറൻസ്. വൺസ് യു ആർ ഡെലിവേർഡ്, യു ആർ ഷ്യൂർലി ഡെലിവേർഡ്. ഒരിക്കൽ നിങ്ങൾ വിടുവിക്കപ്പെട്ടാൽ നിങ്ങൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ ഇവിടെ ഓടുന്നത്? എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടോ ഉടനെ ഓടുക, ചെന്നിട്ട് തലയെ കൊണ്ട് വെച്ച് നമ്മുടെ തലയെ മുടി പോലും ഇല്ല. ഇപ്പം ദയവ് ചെയ്ത് 2 കൈയും കൂപ്പിക്കൊണ്ട് പറയാ, ഈ കാണുന്നിടത്തെല്ലാം കൂടെ തല വയ്ക്കല്ലേ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ കർത്താവ് വിടുവിച്ചു, അല്ലേ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആ കുഞ്ഞാട് രക്തത്തിൽ മറഞ്ഞ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആ ക്ഷണത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഇനി ഡെലിവറൻസ് ടു ഡെലിവറൻസ് കിടന്ന് ഓടരുത്. പകരം ആഫ്റ്റർ ഡെലിവറൻസ് ഗോ ടു ഡിസൈപ്പിൾഷിപ്പ്. ഈവൻ ഡോണ്ട് സ്റ്റോപ്പ് ദേ, മൂവ് ഓൺ ടു ഡൊമീനിയൻ. എന്താണ് ഡൊമീനിയൻ? അതായത് ദൈവം നിങ്ങളെ വാഴാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്.
Don't be a victim all the time, because you are called as more than conquerors. You are victorious, അല്ലേ? ജയാളിയാണ് നിങ്ങളെങ്കിൽ. നിങ്ങൾ എന്നും വന്നു ഈ എരവാദം, ഇപ്പോൾ പുതിയൊരു ഭാഷയാണ്, ഈ എരവാദം ഉയർത്തി നിൽക്കുകയാണ്. നമ്മൾ എന്നും ഇരകളല്ല, നമ്മൾ ഇരകളല്ല, നമ്മൾ ജയാളികളാണ്. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ്, ഞാനൊരു കാര്യം കൂടെ പറയാം. സംഖ്യാപുസ്തകം 14-24 ആ ഒരു വാക്യം ഒന്ന് വായിച്ചേ. നമ്പേഴ്സ് ചാപ്റ്റർ 14:24. സംഖ്യാപുസ്തകം 14-24. സംഖ്യ 14:24. എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും. അവന് വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റേ സ്വഭാവം അല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. അത് ഇംഗ്ലീഷിൽ ഹി ഹാസ് എ ഡിഫറൻറ്റ് സ്പിരിറ്റ് എന്നാ, വേറൊരു ആത്മാവുള്ളവനാന്ന്. അതിൻ്റെ അർത്ഥം ദാറ്റ്സ് എ വെരി നല്ല അർത്ഥത്തിലാണ്. നിങ്ങളെപ്പോലല്ല, അവൻ വ്യത്യസ്തനായ ഒരു ആത്മാവുള്ളവനാ. അവന് വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് എന്നെ അവൻ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാണ്. അവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഹീ ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. അവൻ വ്യത്യസ്തനാ, അവൻ വ്യത്യസ്തനാ, നിങ്ങളെപ്പോലല്ല, അവൻ വ്യത്യസ്തനാ. അടുത്തത്, അവൻ എന്നെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവനാ. എനിക്കതാണ് ഒന്നുകൂടെ മനസ്സിലായത്. അവൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ദൈവം അവനോട് പറയുക, അവൻ ഒറ്റുനോക്കാൻ പോയ ദേശത്ത് അവൻ പോകുമെന്നല്ല, അവനെ ഞാൻ എത്തിക്കും. നമ്മളങ്ങ് പോകുന്നതും ദൈവം എത്തിക്കുന്നതും വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മളൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക അല്ല, എന്നെ വിളിച്ച് ദൈവം എന്നെ എത്തിക്കും. പക്ഷേ എത്തിക്കുന്നതിന് ക്വാളിഫൈ ചെയ്ത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവനാ. 2, ഞാനൊരു വ്യത്യസ്ത സ്വഭാവമുള്ളവനാ. എല്ലാവരും പറയുന്നത് പോലെ അല്ല. 10 പേര് പറഞ്ഞ് നടക്കത്തില്ല, ശിവൻ പറഞ്ഞ് നടക്കും. അന്ന് ഈ 10 പേര് നെഗറ്റീവായിട്ട് റിപ്പോർട്ട് പറഞ്ഞപ്പം ഈ മനുഷ്യനാ ചാടി എഴുന്നേറ്റ് അങ്ങ് എല്ലാവരെയും കൂടെ അടങ്ങ് മിണ്ടായിരിക്കും അവിടെ പോയി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊന്നുമല്ല. ഇവർ കണ്ടതൊക്കെ ഞാനും കണ്ടു. മല്ലനെയും മനാഖ്യ മല്ലന്മാരെയൊക്കെ ഞാനും കണ്ടു. നീ മാത്രമേ ഉള്ളൂ, നിങ്ങളല്ല, ഞാനും കണ്ടു. പക്ഷേ അതൊക്കെയാണേലും കർത്താവ് നമ്മളോട് പറഞ്ഞതാണെങ്കിൽ കർത്താവ് ആ ദേശം നമുക്ക് തരും. അത് നമ്മൾ അവരെ കണ്ട് പേടിക്കരുത്, അവർ നമ്മളെ കണ്ട് പേടിക്കണം. കർത്താവാണ് പറഞ്ഞതെങ്കിൽ നമുക്കത് തരും. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവരെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട്, ചിലർക്ക് വേണ്ടി അവരെ കർത്താവ് തരും. നിങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ ദേശത്തെ കർത്താവ് നമുക്ക് തരും. ഭാരതദേശത്തെ കർത്താവ് തരും. വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാട്ട്. കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് അനേക ദേശങ്ങൾ, അനേക രാഷ്ട്രങ്ങൾ യേശുവിന്റെ വകയാവും. യേശുവിന്റെ നാമം ഉയരും. ഇന്ന് വലിയ കോട്ടകൾ പോലെ കെട്ടി സുവിശേഷത്തിനെതിരെ, സുവിശേഷ വിരോധം ഇന്ന് ഏറ്റവും കൂടി നിൽക്കുന്ന സ്ഥലത്ത് അന്ന് അവിടെ ദൈവം നമ്മളെ എത്തിക്കും. സുവിശേഷം അവിടെ എത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ എത്തിക്കും. ഈ ബൈബിൾ അവിടെ എത്തും. ചില രാജ്യങ്ങളിൽ നിന്ന് ഈ ബൈബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പക്ഷേ ഇതവിടെ എത്തും പ്രിയപ്പെട്ടവരെ. സത്യ സുവിശേഷം അവിടെ എത്തും. അവിടെ അഭിഷിക്തരായ ദൈവമക്കൾ അവിടെ എത്തും പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ അവിടെ എത്തിക്കുമെന്ന് മാത്രമല്ല, അടുത്തത് അവൻ്റെ സന്തതി അവിടെ അത് കൈവശമാക്കും. നമ്മളെ അവിടെ എത്തിക്കുക മാത്രമല്ല, നമ്മുടെ മക്കളെ ദൈവം അവിടെ എത്തിക്കും. ഇന്ന് നിങ്ങൾ ഒത്തിരി പേര് നിങ്ങളുടെ മക്കളെക്കുറിച്ച് വിഷമിക്കുന്നു. എൻ്റെ മോൻ ഇങ്ങോട്ട് വരുന്നില്ല, എൻ്റെ മരുമോൻ ഇങ്ങോട്ട് വരുന്നില്ല, എൻ്റെ മോക്ക് താല്പര്യമില്ല, എൻ്റെ കൊച്ചുമക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരോടെ ഉണ്ട്. എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനയിൽ ഞങ്ങളൊന്ന് കണക്കെടുത്തു. ഓരോരുത്തരും പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇനി വരാനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രവചനാത്മാവിൽ പറയുക, നിങ്ങളുടെ മക്കളെ ദൈവം അവിടെ വസിക്കുമാറാക്കും. അവർ ഈ പറഞ്ഞ പോലെ ദൈവാലയത്തിൽ വസിക്കും. ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ നിന്ന് പഴയ നിയമത്തിൽ ഭക്തൻ പറഞ്ഞതുപോലെ വിശ്വസിച്ചാട്ട്. രക്ഷിക്കപ്പെടാത്ത ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് പിന്മാറിപ്പോയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, 2 ആണെങ്കിലും അല്ലേ, 2 ഒരുപോലെ തന്നെയാണ്. ഇതുവരെ വരാത്ത ആളും വന്നിട്ട് പോയ ആളും കണക്കാ. 2 പേരെയും ദൈവം കൊണ്ടുവരും. വിശ്വസിച്ചാട്ട്. ഒരു നിമിഷം എല്ലാവരും വിശ്വസിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എൻ്റെ ഭർത്താവ് വരും, എൻ്റെ മകൻ വരും, എൻ്റെ മരുമകൻ വരും, എൻ്റെ കൊച്ചുമോൻ വരും, എൻ്റെ സഹോദരൻ വരും, എൻ്റെ അപ്പൻ വരും, എൻ്റെ അമ്മ വരും. ഒന്ന് വിശ്വസിച്ചാട്ട്. വിശ്വസിച്ചാട്ട്. ഞാൻ വീണ്ടും പറയട്ടെ, ഫ്രം ഡെലിവറൻസ് ടു ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് ഫ്രം ഡിസൈപ്പിൾഷിപ്പ് ടു ഡൊമീനിയൻ. ഡോണ്ട് റൺ ഫ്രം ഡെലിവറൻസ് ടു ഡെലിവറൻസ്.
മൂവ് ഫ്രം ഡിസൈപ്പിൾഷിപ്പ് ഓർ ഫ്രം ദ വിൽഡർനെസ് ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. പണ്ട് ഞാനൊരു അടിമയായിരുന്നു. മിസ്രൈമിൽ ഞാൻ അടിമയായിരുന്നു. പക്ഷേ ഇനി ഞാൻ അടിമയല്ല. ഐ എം എ സോൾജർ. കാര്യം എനിക്കൊരു ബാറ്റിലുണ്ട്. ഒന്നോർക്കണം, എനിക്ക് അവിടെ പോരാട്ടമൊന്നുമില്ല. അവിടെ എന്തോ പോരാടാൻ, ഞാൻ അടിമയാണ് അവിടെ. മരുഭൂമിയിലും എനിക്ക് യുദ്ധമൊന്നുമില്ല. കാര്യം അവിടെ എനിക്ക് എനിമിയില്ല, അവിടെ എനിക്ക് ശത്രുവില്ല. പക്ഷേ വാഗ്ദത്ത ദേശത്ത് വരുമ്പോൾ എനിക്ക് എന്തുണ്ട്? അയ്യോ അത് വേണ്ട ബ്രദറെ, ഞാൻ ഒരു സമാധാന പ്രേമിയാണ്. എനിക്ക് ആരെയും പിണക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്കൊരു ശത്രുവുണ്ട്. പക്ഷേ ആ ശത്രു ആരാന്നറിയാമോ? ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടം ഇല്ല. പക്ഷേ എനിക്ക് പോരാട്ടമുണ്ട്. ഈ ദുഷ്ടാത്മസേന, ഈ സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേന, പിശാചും അവൻ്റെ കൂട്ടത്തോടും നമുക്കൊരു പോരാട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ. പണ്ട് ഈജിപ്തിൽ, മിസ്രൈമിൽ ഐ വാസ് ഇൻ ബോണ്ടേജ്, ബട്ട് നൗ ഐ എം ഇൻ എ ബാറ്റിൽ ഫീൽഡ്. ഇനി ബാറ്റിൽ എന്ന് പറഞ്ഞത്, യുദ്ധം എന്ന്, ഇറ്റ്സ് എ പ്രിവിലേജ് ഓഫ് ഫ്രീ പീപ്പിൾ അല്ലേ? ആർക്കാണ് യുദ്ധം? ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് എനിക്ക് പോയി എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം. എൻ്റെ കൈ കെട്ടി വെച്ചിരിക്കുകയല്ല. എനിക്കെന്ത് ചെയ്യാം? അവൻ യുദ്ധത്തിനായി എൻ്റെ കൈയെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, ഈ കോട്ടകളെ തറക്കത്തക്ക വണ്ണം. ഓ ഹല്ലേലൂയ! ഇങ്ങനെയുള്ള ആയുധങ്ങൾ, യുവർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ ബട്ട് മൈറ്റി ഇനഫ് ടു പുൾ ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. അങ്ങനെയുള്ള ആത്മീയ ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ ആയുധങ്ങൾ വെച്ചൊരു പോരാട്ടത്തിനായിട്ടാണ് ദൈവം നമ്മളെ അങ്ങോട്ട് കയറ്റിവിടുന്നത്. അടുത്ത സീസണിലേക്ക് സഭയെ കയറ്റിവിടുന്നത് ആത്മീക ആയുധങ്ങൾ എടുത്തുകൊണ്ട് പിശാചിനും അവൻ്റെ കൂട്ടർക്ക് നേരെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാനാണ്. നമ്മൾ എത്ര യുദ്ധം ചെയ്ത് കയറി പിടിച്ചടക്കുമോ അത്രത്തോളം അവിടെയും വിടുവിക്കപ്പെടും. അത്രത്തോളം നമുക്ക് കയറി എന്ത് ചെയ്യാം? പോസസ് ചെയ്യാം. ഈജിപ്തിൽ യു ആർ കണ്ടിന്യൂസ്ലി ടോർമെൻറ്റഡ്. നിങ്ങളെ നിരന്തരം അവർ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെയുള്ള ഊഴിയ വിചാരന്മാർ അവരെന്താണ്? വൈകിട്ട് 5 മണിക്കകത്ത് ഇത്ര കട്ട ഉണ്ടാക്കിയിരിക്കണം, അതിനുള്ള സാധനം തരും. പിന്നെ അടുത്ത് വന്നിട്ട് പറയുക, ഇനി 4 മണിക്ക് തീർത്തിരിക്കണം ഇത്രയും. ശരി, ഇച്ചിരി സ്പീഡ് കൂട്ടിയാൽ മതിയല്ലോ. അടുത്തടുത്ത് വന്നിട്ട് പറയാം, ഇനി മൊത്തം സാധനം തരത്തില്ല, അതിൽ 20% കുറച്ചേ തരത്തുള്ളൂ, എന്നാലും എണ്ണം കുറയ്ക്കരുത്. ഇതെന്താ ഇത്? IT മേഖലയുള്ളതൊക്കെ അറിയാം. നിങ്ങളുടെ ചില ടീം ലീഡേഴ്സും ഇതുപോലെ നിങ്ങളായിട്ട് രാവിലെ തൊട്ട് രാത്രി വരെയും പണിയെടുപ്പിക്കുന്നുണ്ട്. അതുപോലുള്ള റിട്ടേണൊന്നും ഇല്ല. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട് പ്രിയപ്പെട്ടവരെ. പിശാച്, ഹീസ് എ ക്രൂവൽ മാസ്റ്റർ. ഒരു ക്രൂരനായ ഒരു യജമാൻ. അവൻ നമ്മളെന്ത് ചെയ്യും? നിരന്തരം ദണ്ഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഓർക്കണം, ഇൻ ഈജിപ്റ്റ് വി വർ ഓൺലി ടോർമെൻറ്റഡ്, ബട്ട് ഇൻ ദറ്റ് വാഗ്ദത്ത ദേശത്ത് യു ആർ ടോർമെൻറ്റിങ് ദ ഡെവിൾ. നിങ്ങളവിടെ കാലുകുത്തുന്ന നിമിഷം ഈ പറഞ്ഞാൽ പിശാച് വിറയ്ക്കാതെ, അയ്യോ ഇവൻ ഇവിടെയും വന്നു, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ കിടന്ന് വിറയ്ക്കും. പണ്ട് ഫറവോൻ്റെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരുന്നു വലിയ പ്രശ്നം. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ, യു നീഡ് ടു ഗോ ആൻഡ് റിമൂവ് ദ ഫിലിസ്റ്റൈൻസ്. ഇനിയുള്ള ഫിലിസ്തീൻ മല്ലന്മാരെ നിങ്ങളാണ് മാറ്റേണ്ടത് അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ വാക്ക് നിർത്തുന്നതിന് മുമ്പായിട്ട്. ഡോണ്ട് കീപ്പ് ഓൺ ഗോയിങ് ബാക്ക് ടു ഡെലിവറൻസ്. യു ആർ ഡെലിവേർഡ് വൺസ് ആൻഡ് ഫോർ ഓൾ അല്ലേ? ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം അല്ലേ? ഗലേഷ്യൻസ് 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ. അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ വാക്യം പറഞ്ഞ് എൻ്റെ വാക്ക് ഇവിടെ നിർത്തുക. ഇറ്റ് ഈസ് ഫോർ ഫ്രീഡം that Christ has freed us. Please do a favor. Don't go back to bondage. ഇന്ന് നമ്മുടെ ഒത്തിരി പേരുടെ പ്രശ്നം, സ്വതന്ത്രരായോ എന്ന് ചോദിച്ചാൽ ആയിന്ന് തോന്നുന്നു. ഓക്കെ, അതിന്ന് ഉറപ്പിച്ചേക്കണം. സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം സ്വതന്ത്രരാക്കിയെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അതാണ് പ്രധാനം. Are you standing firm in the liberty or freedom that Christ has freed you? അങ്ങനെയെങ്കിൽ ഒരു കാര്യം എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഡോണ്ട് വാക്ക് ബാക്ക് ടു ബോണ്ടേജ്. ഇന്ന് സ്വാതന്ത്രരാക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഒരു കാരണവശാലും മടങ്ങി ആ ബന്ധനത്തിലേക്ക് പോകരുത്. മടങ്ങി പോകണമെന്ന് തോന്നും,
നമ്മളെ അങ്ങോട്ട് വിളിക്കാൻ ഒരുപാട് പേര് കണ്ണും കാലും ഒക്കെ കാണിച്ച് വിളിക്കും. പക്ഷെ അങ്ങോട്ടൊന്നും പോകരുത്. ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇന്ന് സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുന്നു. യു ആർ എൻ്ററിങ് എ ന്യൂ സീസൺ, എ ന്യൂ സീസൺ ഓഫ് അബണ്ടൻസ്. മന്ന മീൻസ് ജസ്റ്റ് ഇനഫ്. Promised land means more than enough. Manna, it's only for you and your family. Milk and honey, abundance, you can be a blessing for others. നിങ്ങൾക്ക് അന്നുള്ള മന്നയും പറക്കി തിന്നുകൊണ്ടിരിക്കണോ, അതോ വാഗ്ദത്ത ദേശത്ത് പോയി അനേകർക്കൊരു അനുഗ്രഹമായിട്ട് തീരണോ? സന്തോഷ സമൃദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ സമൃദ്ധിയുള്ളത് എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇന്ന് നമുക്ക് തന്നെ തികയുന്നില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പിന്നെന്താ നമ്മുടെ ഉള്ളത്? ഇന്ന് ഈ ഉച്ച സമയത്ത് എത്ര പേരും സമർപ്പിക്കും? ഇന്ന് ഞാൻ ബന്ധനത്തിലാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടോ. രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ ഒരു ഓൾട്ടർ കോൾ കൊടുത്തു. ചിലരെങ്കിലും എഴുന്നേറ്റെന്ന് പറഞ്ഞു, യെസ് വി വോണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. നിങ്ങൾ ഭൂരിപക്ഷം അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ മന്നയിൽ മാത്രം നിൽക്കാതെ ദൈവം എന്നെ വിളിക്കുന്ന ആ വാഗ്ദത്തദേശത്തേക്ക്, അതങ്ങ് ചത്ത് മേളി ചെല്ലുമ്പോഴല്ല വാഗ്ദത്തദേശം, ഇവിടെ വെച്ച് തന്നെ എൻ്റെ തുടക്കമുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം വന്നുമിരിക്കുന്നു എന്നാണ്. ഇറ്റ്സ് ഹിയർ. അതിൻ്റെ പൂർത്തീകരണം കർത്താവിൻ്റെ വരവില്ല. പക്ഷെ ഇവിടെ വെച്ച് നമുക്കുള്ള സന്തോഷം അത് മറ്റാർക്കും എടുക്കാൻ കഴിയില്ല. നമ്മൾ അനുഭവിക്കുന്ന സമാധാനം അത് മറ്റുള്ളവർക്ക്, ലോക മനുഷ്യർക്കില്ല. നമുക്കുള്ള പ്രത്യാശ, മരണത്തിലുള്ള പ്രത്യാശ, അത് ലോക മനുഷ്യർക്ക് ഇല്ലേ ഇല്ല. ഇതെല്ലാം ഉള്ള നമുക്ക് കഷ്ടങ്ങളുണ്ടോ? ഉണ്ട്. അതേ കഷ്ടങ്ങൾ ദൈവം നമുക്ക് ആശ്വാസം തരുന്നു. ആ ആശ്വാസം കൊണ്ട് നമുക്ക് ഇതേ കഷ്ടത്തിൽ പോകുന്നവരെ ആശ്വസിപ്പിക്കാം. ചില ശൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല, ശരിയാണ്. പക്ഷേ പകരം ദൈവം കൃപ തന്നിട്ടുണ്ട്. ചില പാനപാത്രങ്ങൾ നീങ്ങി പോകുന്നില്ല, പക്ഷേ ദൂതന്മാരെ അയച്ച് നമ്മളെ അവൻ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ശക്തിയും ഈ കൃപയും ഈ ആശ്വാസവും നമുക്ക് വേണ്ടി മാത്രമല്ല, ഇതേ കഷ്ടത്തിലൂടെ പോകുന്നവർക്ക് പകർന്നു കൊടുക്കുവാനുമാണ്. അതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അബണ്ടൻസ്. നിങ്ങൾ ചിന്തിച്ചത് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ലോട്ടറി അടിക്കുമെന്നാ? അല്ല. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഐ എം ജോയ്ഫുൾ. അത് ഹാപ്പി എന്നുള്ള അർത്ഥമല്ല. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർക്കംസ്റ്റൻസസ് ആൻഡ് സറൗണ്ടിങ്സ് ഓർ മൈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നോ. ജോയ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഒന്നുമില്ല എനിക്ക് കാണാൻ, പക്ഷേ കർത്താവിൽ സന്തോഷം, അവനൻ ബലം. പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം, അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ, അവനെൻ്റെ സങ്കേതം, അവനാണെൻ്റെ ഹീസ് മൈ റെസ്റ്റ്, അവനെൻ്റെ വിശ്രാമം. നാൾതോറും എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഡോക്ടർ സാം തോമസ് എഴുതിയൊരു പാട്ടാണ്. അദ്ദേഹം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് MBBS ചേർന്നു. ഒറ്റ ക്രിസ്ത്യൻ ഫ്രണ്ടില്ല. ഹോസ്റ്റലിലോട്ട് പ്രാർത്ഥിക്കാൻ പോലും ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടില്ല. തനിക്കങ്ങ് വല്ലാണ്ടങ്ങായി. കർത്താവ്, ഞാൻ ഈ മലബാറിൽ പഠിക്കാൻ വന്നു, ഒരു ഫ്രണ്ട്സും ഇല്ല, ഇതെന്താ ഇത്? അതായത് രാത്രി ഹോസ്റ്റലിൽ ടെറസിൽ കയറി, കർത്താവ് എനിക്ക് ഒരു കൂട്ടുകാരും ഇല്ല, എനിക്കൊന്നും പ്രാർത്ഥിക്കാനൊരു പ്രയർ പാർട്ട്ണർ ഇല്ല. അങ്ങനെ സങ്കടം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ദൈവാത്മാവ് തനിക്ക് കൊടുത്ത വരികളാണ്: കർത്താവിൽ സന്തോഷം, അവനൻ ബലം. സ്നേഹിതരില്ലെന്ന് കരുതിയ അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടുകൂടെയുണ്ട്. നിനക്കിനി ആരെ വേണം? എന്നെക്കാളും നല്ല സ്നേഹിതൻ വേറെ ഉണ്ടോ? നീ ബലഹീനെന്ന് ചിന്തിച്ച നാൾ അവൻ എന്നോട് ചൊല്ലി, എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായതുകൊണ്ട് ശക്തനാക്കുന്നവൻ, ബലം പകരുന്നവൻ എന്നോട് കൂടെയുണ്ട്. അടുത്തത്, നിന്ദിതനെന്ന് ഞാൻ കരുതിയ നാൾ. നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏറ്റവും ഈ ലോകത്തിൽ നിന്ദിക്കപ്പെട്ടുള്ള വ്യക്തി എൻ്റെ യേശുവാ. തൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആ രംഗങ്ങൾ ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങളുടെ മുഖത്താരെങ്കിലും കാർക്കിച്ച് തുപ്പിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ കൊച്ചു അറിയാതെ മുടി പിടിച്ചിങ്ങനെ വലിക്കും. നിങ്ങളുടെ താടി ആരെങ്കിലും വലിച്ചു പിഴുതെടുത്തിട്ടുണ്ടോ? ഇനി നിന്ദിതനാവാൻ ബാക്കിയൊന്നുമില്ല. എന്താ അവൻ എന്നോട് ചൊല്ലിയത്? ക്ഷീണിച്ചു പോകണ്ടെന്ന്.
മടുത്തു പോകരുത്. നിന്നെ മാനിക്കുന്നവൻ നിന്നോടുകൂടെ ഉണ്ട്. ഇതാണ് അബണ്ടൻസ് പ്രിയപ്പെട്ടവരെ, ഇതാണ് അബണ്ടൻസ് അല്ലേ? ഇതാണ് സമൃദ്ധി. സമൃദ്ധി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി അല്ല, ഇറ്റ്സ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി. അതാണ് ആദ്യം. അതുള്ളവർക്ക് ബാക്കി വേണ്ടുന്നതെല്ലാം കർത്താവ് തന്നോളും പ്രിയപ്പെട്ടവർ. അങ്ങനെയാണെങ്കിൽ എത്ര പേരിന്ന് ഈ ഉച്ച സമയത്ത്, ലോർഡ് താങ്ക് യു ഫോർ ടോക്കിംഗ് ടു മീ, ഐ ഡോണ്ട് വാണ്ട് ടു ജസ്റ്റ് വാണ്ടർ ഇൻ ദ വിൽഡർനെസ്. ഈ മരുഭൂമിയിൽ കിടന്നിങ്ങനെ അലയാനും ഉഴയാനൊന്നും ഞാനില്ല. എന്നെ വിളിച്ച വാഗ്ദത്തത്തിലേക്ക്, ആ യോർദാനിലേക്ക് കർത്താവേ, ആ കുത്തി ഒലിക്കുന്ന ആ യോർദാനിലേക്ക് ഞാൻ വിശ്വാസത്താൽ എൻ്റെ പാദമെടുത്ത് വയ്ക്കുന്നു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എരിഹോ കോട്ട അത് തകർന്നു വീഴും. പക്ഷേ ദൈവം പറയുന്ന പോലെ എൻ്റെ ചുറ്റും നടന്ന് ചെയ്യേണ്ടത് ചെയ്യണം. എൻ്റെ മുമ്പിലുള്ള മല്ലന്മാരെ ഞാൻ ഇനി കാണുകയില്ല. ഞാൻ അവരെ ഈ പറഞ്ഞ പോലെ അവരുടെ മേൽ എനിക്ക് ദൈവം ജയം തന്ന് ഞാൻ അനേകർക്കൊരു അനുഗ്രഹമാകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് സമർപ്പിക്കും? How many of you will say, Lord, ഞാൻ ബലഹീനനാണ്, ഞാൻ നിന്ദിക്കപ്പെട്ടവനാണ്, എൻ്റെ കുടുംബജീവിതം നിമിത്തം, എൻ്റെ വിവാഹ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ ചില കോടതി വ്യവഹാരങ്ങൾ, അല്ലെങ്കിൽ ചില പോലീസ് കേസുകൾ, എന്തിൻ്റെ കാരണം കൊണ്ടെങ്കിലും നിങ്ങൾ നിന്ദിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു, ഇനി നീ നിന്നതെന്ന് പറയരുത്. നിന്നെ മാനിക്കുന്നൊരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിന്നെ മാനിക്കുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ബലഹീനനാണെന്ന് പറഞ്ഞ് ബലഹീനനായി കിടക്കുന്നു, നിന്നെ ശക്തനാക്കുന്നവൻ, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നോ നിന്നോട് കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നോ നിന്നോട് കൂടെയുണ്ട്. നിന്നീതനെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, നിന്നീതനെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നോ നിന്നോട് കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നോ നിന്നോട് കൂടെയുണ്ട്. ബലഹീനനെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, ബലഹീനനെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നോ നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നോ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെൻ്റെ സർവ്വഭൂമി. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെൻ്റെ സർവ്വഭൂമി.
ഹീസ് മൈ എവ്രിതിങ്. അവൻ എൻ്റെ സർവവുമാണ്. എനിക്കെല്ലാം എല്ലാം എൻ്റെ കർത്താവാണ്. അങ്ങനെ പറയുന്നവരൊന്ന് കരങ്ങൾ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹീസ് മൈ എവ്രിതിങ്, ഹീസ് മൈ ഓൾ, ഹീസ് ദ ഹണി ഇൻ ദ റോക്ക്, ഹീസ് ദ ഫെയറസ്റ്റ് ഓഫ് 10,000 ടു മൈ സോൾ. ഹല്ലേലൂയ. ഇങ്ങനെ പാടിയും സ്തുതിച്ചും ആരാധിച്ചും നമ്മളിരുന്ന ആ സമയം പോകുന്ന അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം കർത്താവേ അത് നല്ല നിലത്ത് വീണ് 30, 60, 100 മേനി ഫലം തരുവാനിടയാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.